ഗ്ലാർമിന, അക്കാഡമിക് കൗൺസിലർ ഇഗ്നോ RC ക്വസ്റ്റ്യൻ 1400. ഇന്നത്തെ നമ്മുടെ കോഴ്സ് PPCC 132 ഇൻട്രൊഡക്ഷൻ ടു സോഷ്യൽ സൈക്കോളജി. ഇൻട്രൊഡക്ഷൻ ടു സോഷ്യൽ സൈക്കോളജി നമുക്ക് 5 ബ്ലോക്സിലാണ്. ഫസ്റ്റ് ബ്ലോക്കിൽ ഇൻട്രൊഡക്ഷൻ ടു സോഷ്യൽ സൈക്കോളജി, സെക്കൻഡ് ബ്ലോക്കിൽ ബ്ലോക്ക് 2 ഇൻഡിവിജ്വൽ ലെവൽ പ്രോസസ്സസ്, ബ്ലോക്ക് 3 ഇന്റർപേഴ്സണൽ പ്രോസസ്സസ്, ബ്ലോക്ക് 4 ഗ്രൂപ്പ് ഡൈനമിക്സ്, ബ്ലോക്ക് 5 കൾച്ചർ, സെൽഫ് ആൻഡ് സോഷ്യൽ ബിഹേവിയർ. അതിൽ ബ്ലോക്ക് 4 ഗ്രൂപ്പ് ഡൈനമിക്സ് ആണ്. അതിൽ 2 യൂണിറ്റ്സ് ആണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കവർ ചെയ്ത ഗ്രൂപ്പ് ഡൈനമിക്സ് ആണ്, യൂണിറ്റ് 8. ഇന്ന് നമ്മൾ നോക്കുന്നത് യൂണിറ്റ് 9 ആണ്, സോഷ്യൽ ഇൻഫ്ലുവൻസ്. യൂണിറ്റ് 9 സോഷ്യൽ ഇൻഫ്ലുവൻസ്. എന്താണ് സോഷ്യൽ ഇൻഫ്ലുവൻസ്? ഇപ്പം ഏതൊരു കോൺസെപ്റ്റ് പഠിക്കുന്ന പോലെ ഇതിൻ്റെയും ഡെഫിനിഷൻ, ഏതെങ്കിലും ഒരു ഡെഫിനിഷൻ കൃത്യമായിട്ട് പഠിക്കുക. സോഷ്യൽ ഇൻഫ്ലുവൻസ് എന്ന് പറയുമ്പോൾ ഒരു വ്യക്തിയുടെ ചിന്തകളിൽ, അല്ലെങ്കിൽ അവരുടെ വികാരത്തിൽ, അല്ലെങ്കിൽ അവരുടെ ഒരു മനോഭാവത്തിൽ, അല്ലെങ്കിൽ അവരുടെ ഒരു പെരുമാറ്റത്തിൽ ചേഞ്ച് സംഭവിക്കുക, മാറ്റം സംഭവിക്കുക. എന്തുകൊണ്ട്? വേറൊരു വ്യക്തിയോ അല്ലെങ്കിൽ വേറൊരു ഗ്രൂപ്പിൻ്റെയോ ഇൻഫ്ലുവൻസ് കൊണ്ട്, അല്ലെങ്കിൽ അവരുമായിട്ടുള്ളൊരു ഇൻട്രാക്ഷൻ്റെ ഫലമായിട്ട്, അവരുമായിട്ടുള്ള ഒരു ഒത്തുചേരലിൻ്റെ, അല്ലെങ്കിൽ അവരുമായിട്ട് നമ്മൾ സംസാരിക്കുന്നതിൻ്റെ, അവരുമായിട്ട് ഇടപഴകുന്നതിൻ്റെയോ ഫലമായിട്ട് മറ്റൊരു വ്യക്തിയിൽ വരുന്ന ചിന്തകളിലെയോ അല്ലെങ്കിൽ വികാരത്തിൻ്റെയോ അല്ലെങ്കിൽ മനോഭാവത്തിൻ്റെയോ അല്ലെങ്കിൽ പെരുമാറ്റത്തിലോ വരുന്ന ചേഞ്ചസ്, മാറ്റങ്ങളെയാണ് നമ്മൾ സോഷ്യൽ ഇൻഫ്ലുവൻസ് പറയാം. അപ്പം ഈ സോഷ്യൽ ഇൻഫ്ലുവൻസ് എന്ന് പറയുമ്പോൾ ആ ഒരു ചേഞ്ച് മനഃപൂർവ്വം സംഭവിക്കാം, അല്ലാതെ സംഭവിക്കാം. അതായത് ഞാൻ പ്രതീക്ഷിച്ചില്ല എൻ്റെ ഈ ഒരു വാക്കുകൊണ്ട് അവന് ഇത്രയും മാറ്റങ്ങൾ സംഭവിക്കുമെന്ന്. അപ്പോൾ അവിടെ അൺഇൻറ്റൻഷനലാണ്, പക്ഷെ എന്നാലും അവിടെ ഒരു ചേഞ്ച് സംഭവിച്ചു. ആൻഡ് ആ ചേഞ്ച് എന്ന് പറയുന്നത് ഒരു റിയൽ ചേഞ്ചും ആയിരിക്കണം. അതായത് നമ്മൾ ഒരു മാനിപ്പുലേറ്റ് ചെയ്യുന്നതാവരുത്, അല്ലാതെ മനഃപൂർവ്വം അല്ല, ഒറിജിനലായിട്ട് അല്ലെങ്കിൽ ജെന്യുവൻ ആയിട്ട് ആ ചേഞ്ച് നമ്മളിൽ സംഭവിക്കണം. മറ്റൊരാളുടെ അല്ലെങ്കിൽ മറ്റൊരു ഗ്രൂപ്പിൻ്റെയോ പ്രയത്നം കൊണ്ട്, ആ പ്രയത്നം ഇൻറ്റൻഷനൽ ആവാം അല്ലെങ്കിൽ അൺഇൻറ്റൻഷനൽ ആവാം, പക്ഷെ ആ ഒരു പ്രയത്നം കൊണ്ട് നമ്മളിൽ ചേഞ്ച് വരണം. നമ്മളുടെ തോട്ട്സിലോ ഫീലിങ്സിലോ ആറ്റിറ്റ്യൂഡ്സിലോ ബിഹേവിയേഴ്സിലോ ചേഞ്ച് വരുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ സോഷ്യൽ ഇൻഫ്ലുവൻസ് പറയുക, അല്ലെങ്കിൽ ആ ഒരു എഫേർട്ടിനെയാണ് നമ്മൾ സോഷ്യൽ ഇൻഫ്ലുവൻസ് പറയാം. അപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു ട്രാഫിക് റൂൾസ് വരുന്നു, ആ ട്രാഫിക് റൂൾസിനോട് നമ്മൾ അഡ്ഹിയർ ചെയ്ത് നിൽക്കുന്നു. അപ്പോൾ അതൊരു കൺഫേമിറ്റി പ്രിൻസിപ്പിളാണ്. അതുപോലെ തന്നെ ടീച്ചേഴ്സ് പറയുന്നു, നമ്മൾ സ്റ്റുഡൻസ് അത് ഫോളോ ചെയ്യുന്നു, അല്ലെങ്കിൽ ടീച്ചേഴ്സ് പറഞ്ഞ ഇൻസ്ട്രക്ഷൻസ് നമ്മൾ അതുപോലെ തന്നെ ഒബേ ചെയ്യുന്നു. അപ്പം അതും ഒരു ഇൻഫ്ലുവൻസ് ആണ്. ദെൻ ഒരു പ്രോഡക്റ്റ് നമ്മൾ വാങ്ങിക്കുന്നു. ഇപ്പോൾ ഒരു സെയിൽസ്മാൻ വന്ന് നമ്മുടെ വീട്ടിൽ വന്ന് ഇങ്ങനെ ഒന്ന് റിക്വസ്റ്റ് ചെയ്യുന്ന പോലെ അത്രയും നമ്മുടെ അടുത്ത് ആ ഒരു പ്രോഡക്റ്റിനെ പറ്റി പറയുന്നു. നമ്മൾ അവരുടെ വാക്കിൽ ഇൻഫ്ലുവൻസ്ഡ് ആയിട്ട് നമ്മൾ വാങ്ങിക്കണ്ട എന്ന് വിചാരിച്ച ആ ഒരു ബിഹേവിയറിൽ നിന്ന് ആ ഒരു പ്രോഡക്റ്റ് വാങ്ങിക്കാം എന്നുള്ളൊരു ചേഞ്ചിലേക്ക് വരുന്നു. ഓക്കെ, അപ്പം ഇതിനെല്ലാം നമ്മൾ പറയുന്ന ഒരു ടോട്ടൽ ഒരു നെയിമാണ് സോഷ്യൽ ഇൻഫ്ലുവൻസ് എന്ന് പറയുമ്പോൾ. ഓക്കെ, ദെൻ സോഷ്യൽ ഇൻഫ്ലുവൻസിൻ്റെ ഒരു ഏരിയ എന്ന് പറയുന്നത് നമുക്ക് 3 ഏരിയാസ് ആണ് പറയുന്നത്. സോഷ്യൽ ഇൻഫ്ലുവൻസിൻ്റെ ഒരു 3 ഫോംസ് ആയിട്ട്, അതായത് അല്ലെങ്കിൽ ടൈപ്സ് ഓഫ് സോഷ്യൽ ഇൻഫ്ലുവൻസ് എന്ന് പറയുമ്പോൾ 3 രീതിയാണ് പറയുന്നത്. അതിനകത്ത് ഫസ്റ്റ് വരുന്നത് ഒരു റിക്വസ്റ്റ് ആണ്. ഇറ്റ് മേ ബി എ റിക്വസ്റ്റ് ഫ്രം സംവൺ ദാറ്റ് അഫക്ട്സ് യുവർ ബിഹേവിയർ. അപ്പം നമ്മളുടെ ബിഹേവിയറിൽ ഒരു ചേഞ്ച് വരുന്നു, അല്ലെങ്കിൽ നമ്മുടെ ബിഹേവിയറിനെ എഫക്റ്റ് ചെയ്യുന്ന രീതിയിൽ മറ്റൊരാളുടെ റിക്വസ്റ്റ് സ്വാധീനിക്കുകയാണ്. റിക്വസ്റ്റ് ആണ്. അവിടെ നമ്മൾ ഓർഡർ ചെയ്യുന്നില്ല, ഈ സാധനം വാങ്ങിച്ചേ പറ്റുള്ളൂ എന്ന് ഒരു സെയിൽസ്മാനും പറയാറില്ല. പക്ഷെ ഇത് വാങ്ങിക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ ഇത് വാങ്ങിച്ചാൽ നല്ലതാണ്, ഒന്ന് വാങ്ങിക്കുമോ എന്ന് പറഞ്ഞിട്ട് ഒരു റിക്വസ്റ്റ് ആണ് നമ്മൾ ചെയ്യുക. അപ്പം ആ ഒരു റിക്വസ്റ്റ് നമ്മളുടെ ബിഹേവിയറിൽ എഫക്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പം അത്തരത്തിലുള്ളൊരു സോഷ്യൽ ഇൻഫ്ലുവൻസിനെ വി കോൾ ഇറ്റ് ആസ് കംപ്ലയൻസ്. അടുത്തത് കൺഫേമിറ്റി. കൺഫേമിറ്റി എന്ന് പറയുമ്പോൾ നമുക്ക് സോഷ്യൽ നോംസിനോട്, അതായത് ഇപ്പം ട്രാഫിക് റൂൾസ്, അല്ലെങ്കിൽ ഇപ്പം സ്മോക്കിംഗ് പ്രൊഹിബിറ്റഡ് ആണ്, അപ്പം അങ്ങനെ, അല്ലെങ്കിൽ ഇത്ര വോയിസ്, അല്ലെങ്കിൽ ഇത്ര ലൗഡ് വോയിസ് പാടില്ല, ലൗഡ് നോയ്സ് പാടില്ല ആഫ്റ്റർ 10 o'clock എന്നൊക്കെ പറയുന്നതൊക്കെ നോംസ് ആണ്. ആ നോംസിനോട് ചേർന്ന് നിൽക്കുക, അല്ലെങ്കിൽ ആ റൂൾസ് അല്ലെങ്കിൽ റെഗുലേഷൻസിനോട് ചേർന്ന് നിൽക്കുന്ന ആ രീതിയിൽ നമ്മുടെ ബിഹേവിയറിൽ ചേഞ്ച് വരുത്തുക എന്നുള്ളതാണ്. അപ്പം അത്തരത്തിലുള്ളൊരു സോഷ്യൽ ഇൻഫ്ലുവൻസ് നമ്മൾ കൺഫേമിറ്റി എന്ന് പറയും. ലാസ്റ്റ് പറയുന്നത് ഒരു ഓർഡർ, അതോറിറ്റി, അല്ലെങ്കിൽ ഇപ്പം പോലീസ്മാനിൽ തന്നെ നമ്മളൊരു ഹയർ സ്റ്റാറ്റസ് ഉള്ള ആളുകൾ, അല്ലെങ്കിൽ ഹൈറാർക്കിയിൽ ഹയർ സ്റ്റാറ്റസിൽ നിൽക്കുന്ന ആൾ ലോവർ സ്റ്റാറ്റസിൽ നിൽക്കുന്ന ആളുടെ അടുത്ത് ഓർഡർ കൊടുക്കുന്ന ആ ഓർഡർ അനുസരിച്ച് നമ്മൾ ഒബേ ചെയ്യുന്നു. അതാണ് മൂന്നാമത്തെ സോഷ്യൽ ഇൻഫ്ലുവൻസ് പറയുന്നത്. സോ ഫസ്റ്റ് വൺ കംപ്ലയൻസ്, സെക്കൻഡ് വൺ കൺഫേമിറ്റി, ആൻഡ് തേർഡ് വൺ ഒബീഡിയൻസ്. ഓക്കെ, ദീസ് ആർ ദ 3 areas of social influence.
അപ്പം അതിൽ ആദ്യം നമ്മൾ പഠിക്കുന്നത് കൺഫേമിറ്റിയെ പറ്റിയിട്ടാണ്. അപ്പം ഈ 3 ഏരിയാസ് ആണ് നമ്മുടെ ഈ ഒരു ക്ലാസ്സിൽ വരുന്നത്, ഈ ഒരു യൂണിറ്റിൽ പറയുന്നത്. അതിനകത്ത് ഫസ്റ്റ് വരുന്നത് കൺഫേമിറ്റി. ഇപ്പൊ കൺഫേമിറ്റി ഞാൻ നേരത്തെ പറഞ്ഞു, അവിടെ നമ്മൾ എന്താണോ സോഷ്യൽ നോം അതിനോട് ചേർന്ന് നിൽക്കുക, അല്ലെങ്കിൽ അതിനോട് അഡ്ഹിയർ ചെയ്ത് നിൽക്കുക, സ്റ്റിക്ക് ചെയ്ത് നിൽക്കുക എന്നുള്ളതാണ് കൺഫേമിറ്റി എന്ന് പറയുമ്പോൾ. സോ ഇറ്റ്സ് എ ടൈപ്പ് ഓഫ് സോഷ്യൽ ഇൻഫ്ലുവൻസ് ഇൻ വിച്ച് ഇൻഡിവിജ്വൽസ് change their attitude or behavior എന്തിനു വേണ്ടിയിട്ട്, in order to adhere or to stick to the existing social norms. ഓക്കെ, അപ്പോൾ അത് ചിലപ്പം ഏജ് സിമിലർ ആയിട്ടുള്ള ആളുകൾ പറയുന്നതായിരിക്കും, അല്ലെങ്കിൽ കൾച്ചറിൽ സിമിലർ കൾച്ചറിലുള്ള ഒരു വ്യക്തി ഒരു ഗ്രൂപ്പ് പറയുന്നതായിരിക്കും, അല്ലെങ്കിൽ ഒരു ഇന്ന റിലീജിയനിലുള്ള ആൾക്കാർ ഇന്ന രീതിയിൽ അവരുടെ റിച്വൽസ് നോക്കണം. അപ്പോൾ അതൊരു അവരുടെ ഒരു നോമാണ്. ദെൻ എഡ്യൂക്കേഷണൽ സ്റ്റേറ്റസ് അനുസരിച്ചിട്ട്, അപ്പം ഇപ്പോൾ സ്കൂളിൽ നമ്മൾ പറയുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ സ്റ്റേറ്റസ് അനുസരിച്ചിട്ട് പറയുന്ന കാര്യങ്ങൾ, അപ്പോൾ അതനുസരിച്ച് നമ്മൾ ശ്രദ്ധിക്കുക എന്നുള്ളത്. ഓക്കെ, അപ്പം ഇതിനെയാണ് നമ്മൾ കൺഫേമിറ്റി എന്ന് പറയാം. അപ്പം ഇറ്റ് ഇൻഫ്ലുവൻസസ് ദ ഫോർമേഷൻ ആൻഡ് മെയിൻ്റനൻസ് ഓഫ് സോഷ്യൽ നോംസ്. അപ്പം എന്തിനാ നമ്മൾ കൺഫേമിറ്റി നമ്മുടെ സൊസൈറ്റിയിൽ കൺഫേം ചെയ്ത് നിൽക്കേണ്ട ആവശ്യം എന്താണ്? സൊസൈറ്റിയുടെ ഫങ്ഷൻസ് സ്മൂത്ത് ആയിട്ടും അതുപോലെ പ്രഡിക്റ്റബിൾ ആയിട്ടും. ഫോർ എക്സാമ്പിൾ ട്രാഫിക് റൂൾസ്. ഇപ്പൊ ട്രാഫിക് റൂൾസ് ഇല്ലെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, ആളുകൾ തോന്നിയ പോലെ വണ്ടികൾ പോവും, തോന്നിയ പോലെ. അപ്പൊ അതനുസരിച്ച് നമ്മൾ നന്നായിട്ട് ഡ്രൈവ് ചെയ്ത് പോയി കഴിഞ്ഞാലും വേറെ വണ്ടി വന്ന് നമ്മളെ ഇടിക്കാം. അങ്ങനെയൊക്കെ ഇഷ്യൂസ് ഉണ്ടാകുമ്പോൾ എന്താ, പ്രഡിക്റ്റബിലിറ്റി അത്രയും കുറയും. അതായത് ഞാൻ പോയാൽ തിരിച്ച് വീട്ടിലേക്ക് എത്തുന്നുള്ളൊരു പ്രഡിക്ഷൻ നമുക്ക് വെക്കാൻ പറ്റത്തില്ല. അപ്പം അങ്ങനെ സൊസൈറ്റിയുടെ ഫങ്ഷൻസ് സ്മൂത്ത് ആയിട്ടും പ്രഡിക്റ്റബിൾ ആയിട്ടും മുമ്പോട്ട് പോകാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള ഇൻഫ്ലുവൻസസ് വരുന്നത്. ആൻഡ് ബിക്കോസ് കൺഫേമിറ്റി ഇസ് എ ഗ്രൂപ്പ് ഫിനോമിനൻ. നമുക്കറിയാം കൺഫേമിറ്റി എന്ന് പറയുമ്പോൾ അവിടെ എപ്പോഴും ഒരു ഗ്രൂപ്പ് അവിടെ ഉണ്ട്, അല്ലേ? അപ്പം ആ ഒരു ഗ്രൂപ്പ് ഫിനോമിനൻ ആണ് നമുക്ക് കൺഫേമിറ്റി എന്ന് പറയുന്നത്. ആൻഡ് ഫാക്ടേഴ്സ് സച്ച് ആസ് ഗ്രൂപ്പ് സൈസ്, യുനാനിമിറ്റി, കൊഹഷൻ, സ്റ്റേറ്റസ്, പ്രയർ കമ്മിറ്റ്മെന്റ് ആൻഡ് പബ്ലിക് ഒപ്പീനിയൻ ഓൾ ഡിറ്റർമിൻ ദ ലെവൽ ഓഫ് കൺഫേമിറ്റി കൺഫേമിറ്റി ആൻഡ് ഇൻഡിവിജ്വൽ വിൽ ഡിസ്പ്ലേ. ഓക്കെ, അപ്പം ഇതൊക്കെ ഫാക്ടേഴ്സ് ആണ്. ലൈക്ക് സോഷ്യൽ ഗ്രൂപ്പ് സൈസ്, യുനാനിമിറ്റി, അതായത് ഒരു ചേർച്ച അല്ലെങ്കിൽ യോജിപ്പ്, ദെൻ കൊഹഷൻ, അപ്പൊ ഒരു അട്രാക്റ്റീവ്നെസ് ആ ഒരു ഗ്രൂപ്പിനോടുള്ള, ദെൻ അവിടെയുള്ള ആളുകളിൽ വരുന്ന ആ ഒരു സ്റ്റേറ്റസ്, ദെൻ പ്രയർ കമ്മിറ്റ്മെന്റ്, ആ ഒരു ഗ്രൂപ്പിനോട് ആ ഗ്രൂപ്പ് നമുക്ക് ഇങ്ങനെ ഒരു കാര്യം ചെയ്തിട്ടുണ്ടായി, ദെൻ പൊതുവെ പബ്ലിക്കിന്റെ ഒപ്പീനിയൻ, ഇതെല്ലാം വെച്ചിട്ടാണ് നമ്മൾ ആ ഗ്രൂപ്പ് പറയുന്നതിനോട് യോജിച്ച് നിൽക്കണോ, ആ ഒരു കൺഫേമിറ്റി എത്രത്തോളം വേണം എന്നുള്ള കാര്യം നമ്മൾ ചിന്തിക്കുന്നത്. ഓക്കെ, ഇതിന് ബേസ് ചെയ്തിട്ട് ഒരു എക്സ്പെരിമെന്റ് പറയുന്നുണ്ട്. അപ്പൊ നമ്മൾ കൺഫേമിറ്റി എന്ന് പറയുമ്പോൾ എപ്പോഴും നമ്മൾ ഒരാളെ ഓർക്കണം, സോളമൻ ആഷ്. ഓക്കെ, ഇപ്പൊ സോളമൻ ഈ ആഷ് 1951 അപ്പം അദ്ദേഹം ഒരു സ്റ്റഡി നടത്തിയായിരുന്നു. അപ്പൊ ഈ സ്റ്റഡി എന്ന് പറയുന്നത് ഇസ് എ ടെസ്റ്റ് ഓഫ് പെർസെപ്ച്വൽ ജഡ്ജ്മെന്റ് എന്നാണ് അത് പറഞ്ഞിരുന്നത്. അപ്പം ആ ഒരു ടെസ്റ്റ് ഓഫ് പെർസെപ്ച്വൽ ജഡ്ജ്മെന്റ് അങ്ങനെയാണ് കുട്ടികളുടെ അടുത്ത് അവതരിപ്പിച്ചത്. അപ്പൊ അതിനകത്ത് 7 ഗ്രൂപ്പുള്ള 7 സ്റ്റുഡൻസിന്റെ ഒരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു, അതുപോലെ 9 സ്റ്റുഡൻസിന്റെ ഒരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. അപ്പം ഇവരോട് പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാല്, ഒരു ലൈൻ സെഗ്മെന്റ് കാണിക്കും. ഇതാണ് ഫസ്റ്റ് കാണുന്നതാണ് ലൈൻ സെഗ്മെന്റ്. അതിനോട് കറസ്പോണ്ടിങ് ആയിട്ട് 3 കമ്പാരിസൺ ലൈൻസ് കാണിക്കും. എന്നിട്ട് ഈ കുട്ടികളുടെ അടുത്ത് പറയുന്നത് ഈ ഫസ്റ്റ് കാണിച്ച ലൈനിനോട് കമ്പയർ ചെയ്യാൻ പറ്റുന്ന ലൈൻ ഏതാണെന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, അപ്പം ഇത് ചോദിക്കുന്നതിന് മുന്നേ അപ്പൊ നമ്മള് 7 കുട്ടികളുള്ള ഗ്രൂപ്പുണ്ട്, 9 കുട്ടികളുള്ള ഗ്രൂപ്പുണ്ട്. അപ്പൊ ഇതിനകത്ത് 7 കുട്ടികളുള്ള ഗ്രൂപ്പില് അതിനകത്ത് 6 പേരും ഈ റിസർച്ചറിന്റെ കോൺഫെഡറേറ്റ് ആണ്, അത് റിസർച്ചറിന്റെ അസിസ്റ്റന്റ് ആണ്. ദെൻ 9 കുട്ടികളുള്ള ഗ്രൂപ്പുകൾ ആണെങ്കിൽ അതിനകത്ത് 8 പേരും ഈ എക്സ്പെരിമെന്ററിന്റെ അല്ലെങ്കിൽ റിസർച്ചറിന്റെ കോൺഫെഡറേറ്റ്, അതായത് അവരുടെ സ്വന്തം ആൾ, അസിസ്റ്റന്റ് എന്ന് നമുക്ക് പറയാം. പക്ഷെ അവിടെ വന്നിരിക്കുന്ന ഈ 7ാമത്തെ കുട്ടി അല്ലെങ്കിൽ 9ാമത്തെ കുട്ടി എന്ന് പറയുന്നത് റിയൽ പാർട്ടിസിപ്പന്റ് ആണ്. അവർക്ക് അറിയില്ല ഇത് ഈ എക്സ്പെരിമെന്ററിന്റെ കോൺഫെഡറേറ്റ് ആണെന്നുള്ളത്. ഓക്കെ, എന്നിട്ട് ചോദിക്കുന്നത് എങ്ങനെയാണ്, ആ ഫസ്റ്റ് കാണുന്ന ലൈനും അതിനോട് കറസ്പോണ്ടിങ് ആയിട്ട് ഏറ്റവും സിമിലർ ആയിട്ട് നിൽക്കുന്ന ലൈൻ ഏതാണ്, ABCയിൽ ഏത് ലൈനാണെന്ന് ചോദിക്കും. അപ്പോൾ ഇതിലെന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇതിനകത്ത് ഫസ്റ്റ് ഈ 7 പേരില് ഏറ്റവും 7ാമത്തെയാണ് നമ്മുടെ റിയൽ പാർട്ടിസിപ്പന്റ് എന്ന് പറയാം. അപ്പം ഈ ആദ്യത്തെ 1 മുതൽ 6 വരെയുള്ള പാർട്ടിസിപ്പന്റ് ഇതിന്റെ ഉത്തരം റോങ് ആയിട്ട് കൊടുക്കുന്നു. ഓക്കെ, പിന്നെ റോങ് ആയിട്ട് പറയുമ്പോൾ എല്ലാവരും പറയും B ആണ് ഉത്തരം എന്ന് പറയാണ്. അപ്പൊ B ആണ് ഉത്തരം ഫസ്റ്റ് പേഴ്സൺ, സെക്കൻഡ് പേഴ്സൺ, തേർഡ് പേഴ്സൺ, 4th പേഴ്സൺ, 5th പേഴ്സൺ, 6th പേഴ്സൺ വരെ പറഞ്ഞിട്ട് 7th ആണ് ഒറിജിനൽ പാർട്ടിസിപ്പന്റ് ഇരിക്കുന്നത്. അപ്പൊ ഈ 6 പേരും B ആണ് പറഞ്ഞെങ്കിൽ C ആണ് ഉത്തരം എന്ന് 99% നമുക്ക് ഉറപ്പാണ്, അല്ലെ? 99% നമുക്ക് ഉറപ്പാണെങ്കിൽ പോലും ഈ 7ാമത്തെ റിയൽ പാർട്ടിസിപ്പന്റ് B ആണ് ഉത്തരം എന്ന് പറയുന്നു.
അപ്പൊ ഗ്രൂപ്പ് എല്ലാവരും എന്താ പറയുന്നത് അതിനോട് ചേർന്ന് നിൽക്കുകയാണ് ചെയ്യുന്നത്. ഈവൻ ദോ the real participant know that it is absolutely wrong. Okay, അപ്പം although people could pick the correct line 99% of the time when making the judgment by themselves, they went along with the erroneous group judgment. അപ്പം 75% of the time 75% സിറ്റുവേഷനിലും ഇതേ സെയിം സ്റ്റഡീസ് പിന്നീട് റിപ്പീറ്റ് ചെയ്തിട്ട് നോക്കിക്കഴിഞ്ഞപ്പോൾ 75% ഓഫ് ദ ടൈമും ഈ ആളുകൾ തെറ്റുത്തരം പറഞ്ഞു, റിയൽ പാർട്ടിസിപ്പന്റ് തെറ്റുത്തരം പറഞ്ഞു. അപ്പോൾ the confirming subjects were influenced by 8 people in a row making the wrong judgment. Asked later, അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ അവരോട് ചോദിച്ചു എന്തുകൊണ്ടാണ് ഇങ്ങനെ ഇൻകറക്റ്റ് ആയിട്ടുള്ള ഒരു ജഡ്ജ്മെന്റ് പറഞ്ഞത്, എന്താണ് ഒബ്വിയസ്ലി ഇൻകറക്റ്റ് ആയിട്ടുള്ള ജഡ്ജ്മെന്റ് എന്തുകൊണ്ട് പറഞ്ഞു എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് അത് ഞാൻ ഈ ലൈനിന്റെ വിഡ്ത്ത് ആണ് നോക്കിയത്, അതുപോലെ എനിക്ക് തോന്നി അതൊരു ഒപ്റ്റിക്കൽ ഇല്യൂഷൻ ആണെന്ന് തോന്നി, അതുപോലെ 7 6 പേരും അല്ല 9 8 പേരും ഇതേ സെയിം ചോയ്സ് എടുത്തിട്ടുണ്ടെങ്കിൽ ഞാൻ എന്തെങ്കിലും ഇൻസ്ട്രക്ഷനിൽ മിസ് ചെയ്തിട്ടുണ്ടാവും എന്ന് വിചാരിച്ചു. ഓക്കെ, ഇതൊക്കെയാണ് അവർ പറഞ്ഞൊരു റീസൺ എന്ന് പറഞ്ഞത്. അപ്പം ഇതിനെയാണ് നമ്മൾ കൺഫേമിറ്റി എന്ന് പറയുന്നത്. അപ്പം തെറ്റാണെങ്കിൽ പോലും ഗ്രൂപ്പിനോട് ചേർന്ന് നിൽക്കാനുള്ള നമ്മളൊരു ടെൻഡൻസി, തെറ്റാണെങ്കിലും ശരിയാണെങ്കിലും നമുക്ക് ആ ഗ്രൂപ്പ് എന്താണോ പറയുന്നത് അതിനോട് ചേർന്ന് നിൽക്കാനുള്ള ഒരു ഹ്യൂമൻ ടെൻഡൻസിനെയാണ് നമ്മൾ കൺഫേമിറ്റി എന്ന് പറയുന്നത്. അതിനുശേഷം ആഷ് പിന്നെ ആ ഒരു എക്സ്പെരിമെന്റിൽ തന്നെ കുറച്ചൊരു ചേഞ്ചസ് വരുത്തി. അപ്പം ഇതില് പാർട്ടിസിപ്പന്റ് അടുത്ത് പറഞ്ഞു നിങ്ങൾ എന്താണ് നിങ്ങളുടെ ഉത്തരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എഴുതിയാൽ മതി, പറയണ്ട എന്ന് പറയും. അപ്പം എഴുതിയാൽ മതി എന്ന് പറഞ്ഞപ്പം അവിടെ ആ ഗ്രൂപ്പിന്റെ എഗ്രിമെന്റ് അല്ലെങ്കിൽ ഡിസഗ്രിമെന്റ് ഓപ്പൺ ആയിട്ട് നമ്മൾ കാണിക്കുന്നില്ല. ദ പാർട്ടിസിപ്പന്റ് വെർ നോട്ട് റിക്വയർഡ് ടു ഓപ്പൺലി ഷോ ദ ഡിസഗ്രിമെന്റ് വിത്ത് ദ ഗ്രൂപ്പ്. അപ്പൊ ഗ്രൂപ്പിന്റെ ചോയ്സ് എന്താന്നുള്ളതിനോട് ഓപ്പൺ ആയിട്ട് ഒരു ഡിസഗ്രിമെന്റ് കാണിക്കുന്നില്ല. ഈ റിയൽ പാർട്ടിസിപ്പന്റ് അടുത്ത് മാത്രം എഴുതാനായിട്ട് പറയാണ്. ഓക്കെ, അപ്പൊ അങ്ങനെ വന്നപ്പോൾ എന്താ കൺഫേമിറ്റി റെഡ്യൂസ് ചെയ്തത് നമ്മൾ കാണാൻ സാധിച്ചു. അപ്പോൾ പൊതുവെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു 2 കോൺസെപ്റ്റും കൃത്യമായിട്ട് മനസ്സിലാക്കും. ഒന്ന് പബ്ലിക് കൺഫേമിറ്റി, 2 പ്രൈവറ്റ് അക്സെപ്റ്റൻസ്. ഇപ്പൊ പബ്ലിക് കൺഫേമിറ്റി എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് പുറമേക്ക് നമ്മൾ ചിലപ്പം ഗ്രൂപ്പിനോട് ചേർന്ന് നിന്നെങ്കിലും നമുക്ക് പ്രൈവറ്റ് ആയിട്ട് നമ്മളുടെ ഒരു അക്സെപ്റ്റൻസ് വ്യത്യാസമാണ്. ഓക്കെ, സോ ദാറ്റ് ഈസ് പബ്ലിക് കൺഫേമിറ്റി ആൻഡ് പ്രൈവറ്റ് അക്സെപ്റ്റൻസ്. അപ്പൊ നമ്മളുടെ പേഴ്സണൽ വ്യൂസ് എന്താണ് അതിനോട് നമ്മൾ അത് ഓൾട്ടർ ചെയ്യാനായിട്ട് നമ്മൾ പൊതുവെ ശ്രമിക്കാറില്ല എന്നുള്ളത്. പക്ഷെ സോഷ്യൽ നോംസ് എന്താണോ അതിനോട് എക്സ്പ്ലിസിറ്റ് ആയിട്ട് നമ്മൾ കാണിക്കുമ്പോൾ ആ സോഷ്യൽ നോംസിനോട് ചേർന്ന് നിൽക്കുന്നതായിട്ട് നമ്മൾ പറയാറുമുണ്ട്. ഓക്കെ, ദെൻ അടുത്തത് ഇമ്പാക്ട് ഓഫ് കൺഫേമിറ്റി. കൺഫേമിറ്റി കൊണ്ട് എന്താണ് സംഭവിക്കുക, അപ്പൊ എന്താണ് കൺഫേമിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്? സോ ആസ് എ ഹ്യൂമൻ ബീങ് വി ഡിസയർ ടു ബി ഇൻഡിപെൻഡന്റ് ഇൻ ടേംസ് ഓഫ് അവർ തോട്ട്സ്, ഫീലിങ്സ് ആൻഡ് ബിഹേവിയേഴ്സ്. അപ്പോൾ ഈ നമ്മളുടെ തോട്ട്സ്, ഫീലിങ്സ് ആൻഡ് ബിഹേവിയേഴ്സിനെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് എപ്പോഴും ഇൻഡിപെൻഡന്റ് ആയിട്ട് ജീവിക്കണം എന്നുള്ള, അല്ലെങ്കിൽ നമ്മുടെ തോട്ട്സിൽ എപ്പോഴും ഇൻഡിപെൻഡന്റ് ആയിട്ട് നമ്മളുടെ ചിന്ത, ഇത് എൻ്റെ ചിന്തയാണ് എന്ന് പറയാനായിട്ടാണ് എല്ലാ മനുഷ്യരും ഡിസയർ ചെയ്യുന്നത്. പക്ഷെ അങ്ങനെയാണെങ്കിൽ പോലും നമ്മൾക്ക് ആ ഒരു സോഷ്യൽ ഇൻഫ്ലുവൻസ്ഡ് ആവാനുള്ള സിറ്റുവേഷൻസും ഉണ്ട്. But several psychological studies have demonstrated that despite being influenced by group opinions, research participants deny that they were influenced by others. അപ്പോൾ റിസർച്ച് പാർട്ടിസിപ്പൻസ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവർ പറയും ഞാൻ അങ്ങനെ ഇൻഫ്ലുവൻസ്ഡ് ആവാത്ത ഒരാളാണ്, അല്ലെങ്കിൽ ഞാൻ ഇൻഫ്ലുവൻസ്ഡ് ആയി എന്ന് പറയുമ്പോൾ ഇല്ല ഞാൻ അങ്ങനെയല്ല, ഞാൻ ചിന്തിച്ചിട്ടാണ്, ഞാൻ ഇത് എൻ്റെ മാത്രം ചിന്തയാന്നൊക്കെ നമ്മൾ പറയും. അപ്പൊ ആ ഒരു ടേമിനെയാണ് നമ്മൾ ഇൻട്രോസ്പെക്ഷൻ ഇല്യൂഷൻ, അതായത് ഞാൻ ചിന്തിച്ചിട്ടുണ്ട്, ഇത് സോഷ്യൽ നോംസിനോട് ചേർന്നതല്ല, അല്ലെങ്കിൽ എൻ്റെ ബിഹേവിയേഴ്സ് സോഷ്യൽ നോംസ് ചേർന്ന് നിൽക്കുന്നതായിട്ടല്ല, ഇത് എൻ്റെ സ്വന്തമായിട്ടുള്ളൊരു തീരുമാനമാണ്, ഞാൻ ചിന്തിച്ചിട്ട് എടുത്തൊരു തീരുമാനമാണ് എന്ന് നമ്മൾ തെറ്റിദ്ധരിക്കുന്ന ഒരു കാര്യത്തിനാണ് നമ്മൾ ഇൻട്രോസ്പെക്ഷൻ ഇല്യൂഷറി എന്ന് പറയുന്നത്. ഓക്കെ, അതൊരു ഓട്ടോമാറ്റിക് റൂട്ടാണ് വിത്തൗട്ട് അവർ കോൺഷ്യസ് അവെയർനെസ് ആൻഡ് ബിയോണ്ട് ദ ഇൻട്രോസ്പെക്റ്റീവ് ബൗണ്ടറി. Then what are the factors that found to increase conformity? കൺഫേമിറ്റി ഉണ്ടാവാനുള്ള കാരണം എന്താണെന്നുള്ളത്. അപ്പം അതിനകത്ത് ഫസ്റ്റ് റീസൺ പറയുന്നത് ഒന്ന് അട്രാക്റ്റീവ്നെസ്. ഓക്കെ, ഇപ്പം മെമ്പേഴ്സിനോട് നമുക്ക് ഒരു അട്രാക്ഷൻ ഉണ്ടെങ്കിൽ ആ ഗ്രൂപ്പിനോട് നമ്മൾ ചേർന്ന് നിൽക്കും. അപ്പം ആ ഗ്രൂപ്പിലെ മെമ്പേഴ്സിനോട് എനിക്കൊരു താല്പര്യമില്ലേ, എങ്ങനെയെങ്കിലും നമ്മൾ പോന്നാൽ മതി എന്നാണ് ചിന്തിക്കുക. അപ്പം ആ ഗ്രൂപ്പ് പറയുന്നത് ഒന്നും നമ്മൾ ചെവിക്കൊള്ളുന്ന ഒരു സാഹചര്യം അവിടെ വരുന്നില്ല. പക്ഷെ ഗ്രൂപ്പിലെ മെമ്പേഴ്സിനോട് നമുക്ക് ഒരു അട്രാക്ഷൻ ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മൾ ആ ഗ്രൂപ്പിനോട് ചേർന്ന് നിൽക്കും, അല്ലെങ്കിൽ ഗ്രൂപ്പ് എന്താ പറയുന്നത് അതനുസരിച്ച് മുമ്പോട്ട് പോകും. ദെൻ അടുത്തത് കോംപ്ലക്സിറ്റി ഓർ ഡിഫിക്കൽട്ടി ഓഫ് ദ ടാസ്ക്. ഇപ്പം ടാസ്ക് ഡിഫിക്കൽട്ട് ആണ് അല്ലെങ്കിൽ കോംപ്ലക്സ് ആണ്, നമുക്കൊരു
സൊല്യൂഷൻ എടുക്കാൻ ബുദ്ധിമുട്ടാണ് എങ്കിൽ അവിടെ ആളുകൾ പൊതുവെ പറയുന്ന ഉത്തരം എന്താണ്, അതിനോട് നമ്മൾ ചേർന്ന് നിൽക്കാൻ ശ്രമിക്കും. സോ ദാറ്റ് ഈസ് കോംപ്ലക്സിറ്റി ഓർ ഡിഫിക്കൽട്ടി ഓഫ് ദ ടാസ്ക്. അടുത്തത് ഗ്രൂപ്പ് കൊഹസീവ്നെസ്. ഇപ്പൊ ഗ്രൂപ്പ് കൊഹസീവ്നെസ് എന്ന് പറയുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള നമ്മുടെ ഒരു ഫ്രണ്ട്ഷിപ്പ് എങ്ങനെയാണ്, ഒരു മ്യൂച്വൽ ഡിപ്പെൻഡൻസി എങ്ങനെയാണ് അവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്, അതാണ് ഗ്രൂപ്പ് കൊഹസീവ്നെസ്. അപ്പൊ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്കൊരു യോജിപ്പുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരാണ്, നമുക്ക് അവിടെ ഒരു ഫ്രണ്ട്ഷിപ്പ് സിസ്റ്റം എല്ലാം ഉണ്ട് എങ്കിൽ നമ്മൾ പറയും ആ ഒരു ഗ്രൂപ്പ് ഹൈലി കോഹസീവ് ഗ്രൂപ്പ് ആണെന്ന് പറയും. ദെൻ അടുത്തത് ടൈപ്സ് ഓഫ് നോംസ്. നമുക്ക് രണ്ട് രീതിയിലാണ് നോംസ് പറയുന്നത്. വൺ ഇസ് ഡിസ്ക്രിപ്റ്റീവ് നോം ആൻഡ് അതർ വൺ ഇസ് ഇൻജങ്ക്റ്റീവ് നോം. അപ്പം ഡിസ്ക്രിപ്റ്റീവ് നോം എന്ന് പറഞ്ഞാൽ പൊതുവെ ആളുകൾ എങ്ങനെയാണ് ബിഹേവ് ചെയ്യുക ഒരു പർട്ടിക്കുലർ സിറ്റുവേഷനിൽ, അതാണ് ഡിസ്ക്രിപ്റ്റീവ് നോം എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഒരു ഫ്യൂണറലിൽ നമ്മൾ ലൗഡ് നോയ്സിൽ പാട്ട് വെക്കില്ല. അപ്പം അത് ഒരു ഡിസ്ക്രിപ്റ്റീവ് നോമാണ്, വെക്കാൻ പാടില്ലെന്നല്ല, പൊതുവെ ആളുകൾ വെക്കില്ല. അതുപോലെ ഇപ്പൊ നമ്മൾ ബസ്സിലേക്ക് കയറുന്ന സമയത്ത് സിഗരറ്റ് വലിക്കുന്നവർ പണ്ട് സിഗരറ്റ് കളഞ്ഞിട്ടാണ് ബസ്സിലേക്ക് കയറുള്ളൂ. അപ്പൊ ബസ്സിൽ എഴുതി വെച്ചില്ലെങ്കിൽ പോലും ഞാൻ പൊതുവെ അങ്ങനെ ചെയ്യാറില്ല, അല്ലെങ്കിൽ മറ്റുള്ളവർ പൊതുവെ അങ്ങനെ ചെയ്യാറില്ല. അപ്പൊ അത്തരത്തിലുള്ള നോംസിനെ വി കോൾ ഇറ്റ് ആസ് ഡിസ്ക്രിപ്റ്റീവ് നോംസ്. അടുത്തത് ഇൻജങ്ക്റ്റീവ് നോം. ഇൻജങ്ക്റ്റീവ് നോം എന്ന് പറയുമ്പോൾ എന്താ, അവിടെ നമ്മൾ ഇങ്ങനെ ചെയ്തിരിക്കണം എന്ന് നമ്മൾ പറയുന്നുണ്ട്, ഒരു ഇൻസ്ട്രക്ഷൻ അവിടെ കൊടുത്തിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ, സ്മോക്കിംഗ് ഈസ് പ്രൊഹിബിറ്റഡ് ഇൻ ദിസ് പാർക്ക് എന്ന് നമ്മൾ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഇൻജങ്ക്റ്റീവ് നോം ആണ്. ഓൾ ഷുഡ് ബിഹേവ് ദാറ്റ് ഇസ് ഗിവൺ. ഓക്കെ, അപ്പം എന്താണ് നമ്മൾ ആ ഒരു അപ്രൂവ്ഡ് ആയിട്ടുള്ള ഒരു ഡിസിഷൻ എന്താണോ, ബിഹേവിയർ എന്താണോ എന്നുള്ളത് നമ്മളവിടെ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട്. അതുപോലെ ഡിസപ്രൂവ്ഡ് ആയിട്ടുള്ള ബിഹേവിയർ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. സോ വാട്ട് ഓട്ട് ടു ബി ഡൺ, അതാണ് ഇൻജങ്ക്റ്റീവ് നോം എന്ന് പറയുമ്പോൾ. വാട്ട് ജനറലി പീപ്പിൾ ഡു, അതാണ് ഡിസ്ക്രിപ്റ്റീവ് നോം എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ കംസ് ഗ്രൂപ്പ് സൈസ്. അപ്പൊ ഗ്രൂപ്പ് സൈസ് എന്ന് പറയുമ്പോൾ സൈസ് ഓഫ് ദി ഇൻഫ്ലുവൻസിങ് ഗ്രൂപ്പ്. ഇപ്പൊ ഗ്രൂപ്പിന്റെ സൈസ് എത്രത്തോളം ഉണ്ട്, ഓക്കെ, അതിനനുസരിച്ചിട്ടാണ്. ഇപ്പൊ നമ്മൾ ഒരു ചെറിയ ഗ്രൂപ്പ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ഗ്രൂപ്പിനോട് ചേർന്ന് നിൽക്കാനുള്ള ടെൻഡൻസി ഉണ്ട്. ഇപ്പൊ ഒരു വലിയൊരു മാസ് ഗ്രൂപ്പ് ആണെങ്കിൽ അവിടെ ഞാൻ ഈ ഗ്രൂപ്പിനോട് ചേർന്ന് നിൽക്കണമെന്ന് നിർബന്ധമില്ല. സോ വി ആർ ലൈക്ലി ടു കൺഫേം ടു ദ ഒപ്പീനിയൻ ഹെൽഡ് ബൈ ദ ഗ്രൂപ്പ് ഇഫ് ദ നമ്പർ ഓഫ് ഗ്രൂപ്പ് മെമ്പേഴ്സ് ഹോൾഡിംഗ് ദ സെയിം ഒപ്പീനിയൻ ഈസ് ലാർജ്. ഓക്കെ, പക്ഷെ അപ്പൊ ഒരു ചെറിയ ഗ്രൂപ്പാണ്, നമുക്ക് അവിടെ ഒരു അതായത് ഇതിൽ നിന്ന് ഞാൻ മാറി നിന്നുണ്ടെങ്കിൽ എനിക്ക് വേറൊരു സബ് ഗ്രൂപ്പ് ഇല്ല, അല്ലെങ്കിൽ വേറൊരു ഓൾട്ടർനേറ്റീവ് ഇല്ല, അങ്ങനെയൊക്കെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ നമുക്ക് കൺഫേം ചെയ്യാനുള്ള ടെൻഡൻസി കൂടുതലാവും. ഓക്കെ, സോ ഫാക്ടേഴ്സ് ഫൗണ്ട് ടു ഇൻക്രീസ് കൺഫർമിറ്റി. One is attractiveness, then complexity or difficulty of the task, then group cohesiveness, types of norms, injunctive norm, descriptive norm, then group size. ദെൻ റീസൺസ് ഫോർ കൺഫേമിറ്റി. നമുക്ക് രണ്ട് റീസൺ ആണ് കൺഫേമിറ്റിക്ക്. കൺഫേം ചെയ്യണമെങ്കിൽ നമ്മൾ രണ്ട് റീസൺസ് ആണ്. ഒന്ന് ദ ഡിസയർ ടു ബി ലൈക്ഡ് ആൻഡ് ദ അതർ വൺ ഇസ് ഡിസയർ ടു ബി റൈറ്റ്. ഓക്കെ, അപ്പം ഡിസയർ ടു ബി ലൈക്ഡ് എന്ന് പറയുമ്പോൾ അതിനെ നമ്മൾ നോർമേറ്റീവ് സോഷ്യൽ ഇൻഫ്ലുവൻസ് പറയാം. അതായത് ഞാൻ അവരോട് കൂടെ ചേർന്ന് നിന്നത് അവർക്ക് എന്നോട് ഇഷ്ടം ഉണ്ടാവണം, അല്ലെങ്കിൽ എനിക്ക് ആ ഒരു അവരുടെ ഒരു സ്നേഹം അല്ലെങ്കിൽ ഇഷ്ടം ആവശ്യമാണ് അല്ലെങ്കിൽ വേണം എന്ന് നമ്മൾ ചിന്തിക്കുന്നതാണ് ഡിസയർ ടു ബി ലൈക്ഡ് ബൈ അതേഴ്സ്. അപ്പൊ അതിനു വേണ്ടി ഞാൻ ആ ഗ്രൂപ്പിനോട് ചേർന്ന് നിൽക്കുന്നതിന് നമ്മൾ നോർമേറ്റീവ് സോഷ്യൽ ഇൻഫ്ലുവൻസ് എന്ന് പറയുന്നു. ദെൻ അടുത്തത് ഇൻഫർമേറ്റീവ് സോഷ്യൽ ഇൻഫ്ലുവൻസ്, അതായത് ദ ഡിസയർ ടു ബി റൈറ്റ്. നേരത്തെ പറഞ്ഞ ഒരു കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു ടാസ്ക് അല്ലെങ്കിൽ ഒരു സൊല്യൂഷൻ കണ്ടെത്തേണ്ട കാര്യമാണെങ്കിൽ അവിടെ ഞാൻ ശരിയായിട്ട് നിൽക്കണം എന്നുള്ളൊരു ചിന്തയാണ് എനിക്ക് അവിടെ വരുന്നത്. അപ്പം എന്താണോ ഗ്രൂപ്പ് പറയുന്നത് അത് ശരിയാണെങ്കിൽ അതിനോട് ചേർന്ന് നിൽക്കണം, അല്ലെങ്കിൽ എൻ്റെ തീരുമാനം ശരിയായിരിക്കണം എന്ന് നമ്മൾ ചിന്തിച്ചിട്ട് നമ്മൾ ഇൻഫ്ലുവൻസ്ഡ് ആവുന്നതിന് നമ്മൾ ഇൻഫർമേറ്റീവ് സോഷ്യൽ ഇൻഫ്ലുവൻസ്, ആൻഡ് ദാറ്റ് ഇസ് ദ ഡിസയർ ടു ബി റൈറ്റ്. മറ്റത് ഡിസയർ ടു ബി ലൈക്ഡ്. ഓക്കെ, it occurs when one confirms to be liked or accepted by the members of the group. ദെൻ അതിൽ 3 കമ്പോണൻസ് പറയുന്നുണ്ട്, ആ നമ്പർ അനുസരിച്ച് പറയുന്നുണ്ട്. അതുപോലെ സ്ട്രെങ്ത്, ദെൻ എത്രത്തോളം ഇമ്മീഡിയസി ഉണ്ട് ആ ഗ്രൂപ്പായിട്ട്, ഇതിനനുസരിച്ചിട്ടാണ് നമ്മൾ ആ ഒരു നോർമേറ്റീവ് സോഷ്യൽ ഇൻഫ്ലുവൻസ് പറയുന്നത്. ഇപ്പം ഞാൻ വല്ലപ്പോഴും കാണുന്ന ഒരു ഗ്രൂപ്പ് ആണെങ്കിൽ അവരിപ്പോൾ എന്നെ അക്സെപ്റ്റ് ചെയ്താലും ഇല്ലെങ്കിലും എനിക്ക് പ്രശ്നമില്ല. പക്ഷേ ഞാൻ സ്ഥിരമായിട്ട് അവരുമായിട്ട് കാണുന്നുണ്ട്, സ്ഥിരമായിട്ട് ഞാൻ അവരുമായിട്ട് ക്ലോസ് ആണ്, ദെൻ അവരുടെ ഒരു ഗ്രൂപ്പ് സ്ട്രെങ്ത് എനിക്ക് എത്രത്തോളം ഉണ്ടെന്ന് എനിക്ക് അറിയാം. അപ്പം ഇങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മളുടെ ആ ഒരു ഇമ്പാക്റ്റ് അവിടെ കൂടുതലായിരിക്കും, അല്ലെങ്കിൽ ഇൻഫ്ലുവൻസ് ആവാനുള്ള ടെൻഡൻസി കൂടുതലായിരിക്കും. വെൻ ആക്യുറസി ഈസ് നോട്ട് വെരി ഇമ്പോർട്ടൻറ്റ്, ഇനി ആക്യുറസി ഇമ്പോർട്ടൻ്റ് അല്ലെങ്കിൽ ഇറ്റ് ഇസ് ബെറ്റർ ടു ഗെറ്റ് എ റോങ് ആൻസർ ദാൻ ടു റിസ്ക് സോഷ്യൽ ഡിസപ്രൂവൽ. അപ്പം ആക്യുറസി വലിയ ഇമ്പോർട്ടൻ്റ് അല്ല എങ്കിൽ, അതായത് ഇതിൻ്റെ ഉത്തരം കൃത്യമായിട്ട് നിങ്ങൾക്ക് കിട്ടിയിരിക്കണം എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് അവിടെ ടെൻഷൻ ഉണ്ടാവും. ഇനി ആക്യുറസി എന്താ തീരുമാനിച്ചാൽ പറയാം വലിയ പ്രശ്നമൊന്നുള്ള കേസല്ല എന്ന് നമ്മുടെ അടുത്ത് പറഞ്ഞാൽ
അവിടെ നമ്മൾ ചിന്തിക്കുന്നത് ഒരു റോങ് ആൻസറിലേക്ക് പോകുന്നതാണ് ദാൻ ടു റിസ്ക് സോഷ്യൽ ഡിസപ്രൂവൽ. അപ്പൊ ഗ്രൂപ്പ് പറയുന്നത് തെറ്റാണെങ്കിൽ കൂടി ഗ്രൂപ്പിനോട് ചേർന്ന് നിന്ന് ആ തെറ്റുത്തരം പറയാം. ദാൻ ടു റിസ്ക് സോഷ്യൽ ഡിസപ്രൂവൽ. അതാണ് നോർമറ്റീവ് സോഷ്യൽ ഇൻഫ്ലുവൻസ്. ദെൻ ഇൻഫർമേഷൻ സോഷ്യൽ ഇൻഫ്ലുവൻസ് എന്ന് പറയുമ്പോൾ it occurs when one turns to the members of one's group to obtain accurate information. അവിടെ അപ്പോൾ ആക്യുറേറ്റ് ഇൻഫർമേഷൻ ആണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ സിറ്റുവേഷൻ ആംബിഗ്വസ് ആണ്, നമുക്ക് ഒരു കാര്യം ഒരു ധാരണയില്ലെങ്കിൽ പീപ്പിള് അവിടെ അൺസർട്ടൺ ആവും, എന്താ ചെയ്യേണ്ടതെന്നുള്ളൊരു ചിന്ത അവിടെ വരും. ആൻഡ് ഡ്യൂറിങ് എ ക്രൈസിസ് വെൻ ഇമ്മീഡിയറ്റ് ആക്ഷൻ ഇസ് നെസസറി. അതുപോലെ അടുത്ത സിറ്റുവേഷൻ എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഒരു ക്രൈസിസ് സിറ്റുവേഷൻ വന്ന് ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ഒരു ആക്ഷൻ വേണമെങ്കിൽ അവിടെ പാനിക് ആവുന്നതിന് മുന്നേ നമ്മൾ ചെയ്യുന്നത് എന്താ, പാനിക് ആവുന്നതിന് പകരം നമ്മൾ ചെയ്യുന്നത് എന്താ, മറ്റുള്ളവർ എന്താ ചെയ്യുന്നത് അതനുസരിച്ച് നമ്മൾ ചെയ്യാം. ഓക്കെ, ഇപ്പോൾ പെട്ടെന്നൊരു ഫയർ വരുന്നു, അപ്പോൾ നമ്മളവിടെ പാനിക്കായിട്ട് അയ്യോ എന്താ ചെയ്യേണ്ടതെന്നുള്ളൊരു സിറ്റുവേഷനിൽ നമ്മൾ എന്താ ചെയ്യുന്നത്, നമ്മൾ അപ്പുറം ഇപ്പുറമുള്ള ആൾക്കാരെ എങ്ങനെയാണ് ഡീൽ ചെയ്യുന്നത്, എസ്കേപ്പ് ചെയ്യുന്നത്, അതേ സിറ്റുവേഷനിലേക്ക് നമ്മൾ പോകും. ഓക്കെ, ദെൻ ദ മോർ നോളജബിൾ എ പേഴ്സൺ ഈസ് ദ മോർ വാല്യുബിൾ ദേ ആർ ആസ് എ റിസോഴ്സ്. അടുത്തത് വരുന്നത് ആ പേഴ്സൺ ഒരു നോളജബിൾ പേഴ്സൺ ആണെങ്കിൽ, അല്ലെങ്കിൽ അവരുടെ വാല്യൂസ് അവരുടെ വ്യൂ പോയിന്റ്സ് നമുക്ക് എടുക്കാൻ പറ്റുമെങ്കിൽ നമ്മൾ അവിടെ ഇൻഫ്ലുവൻസ് ആവുന്നത്, അതായത് എക്സ്പേർട്ട് ആണ്, അപ്പൊ അത് കാരണം അവർ തെറ്റില്ല. അപ്പൊ എനിക്കും എൻ്റെ ഡിസൈർ എന്ന് പറയുന്നതും ഒരിക്കലും എൻ്റെ ഡിസിഷൻ തെറ്റാവരുത് എന്നുള്ളതാണ്. അപ്പം അങ്ങനെ വരുമ്പോൾ നമ്മൾ അവിടെ ഇൻഫ്ലുവൻഷ്യൽ ആവാൻ ചാൻസസ് ഉണ്ട്. അപ്പം അതാണ് മുസാഫർ ഷെരീഫിന്റെ ഓട്ടോകാനിറ്റി എക്സ്പെരിമെന്റ് പറയുന്നുണ്ട്. അപ്പം അതിലും സംഭവിക്കുന്നത് എന്താ വെച്ചാൽ ഒരു സ്റ്റേഷനറി ലൈറ്റ് ആണ്, പക്ഷെ ഫുൾ ഡാർക്കിലാണ് അവിടെ ആ റൂം സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഈ സ്റ്റേഷനറി ലൈറ്റ് എത്രത്തോളം മൂവ് ചെയ്തിട്ടുണ്ടെന്ന് ചോദിക്കുമ്പോൾ എല്ലാവരും ഇത്രത്തോളം മൂവ് ചെയ്തിട്ടുണ്ടെന്ന് പറയും. പക്ഷെ അതൊരു ഫേക്ക് ആയിട്ടുള്ള, അല്ലെങ്കിൽ അതൊരു ജെന്വിൻ ആയിട്ടുള്ള ഒരു കാര്യമല്ല. അപ്പൊ നമുക്ക് തോന്നുന്ന ഒരു ഇല്യൂഷനാണ്. അപ്പോൾ മറ്റുള്ളവർ ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് എന്തായാലും മൂവ് ചെയ്തിട്ടുണ്ടാവും നമ്മൾ അത്തരത്തിലുള്ള നമ്മുടെ അസംഷനെയാണ് നമ്മൾ ഇതിൽ പറയുന്ന ഓട്ടോകാനിറ്റി എക്സ്പെരിമെന്റിൽ പറയുന്ന മുസാഫിർ ഷെരീഫിന്റെ. ഓക്കെ, അപ്പം ഇതൊക്കെയാണ് മെയിൻ ആയിട്ട് വരുന്ന റീസൺസ് ഓഫ് കൺഫർമിറ്റി എന്ന് പറയുന്നത്. ദെൻ അഡ്വാൻറ്റേജസ് ഓഫ് കൺഫർമിറ്റി. കൺഫർമിറ്റിയുടെ ഒരു ഗുണം എന്താണെന്നുള്ളത്. ഇപ്പൊ കൺഫർമിറ്റി എന്താ, ഞാൻ നേരത്തെ പറഞ്ഞ അൺസർട്ടനിറ്റി കുറയ്ക്കും. അതായത് എന്താ ചെയ്യണ്ടേ എന്ന് പറയുന്ന നമ്മൾ ആ ഒരു പകച്ചു നിൽക്കുന്ന ഒരു അവസ്ഥയിൽ നിന്ന് നമുക്കൊരു കുറവുണ്ടാവും നമ്മൾ കൺഫേം ചെയ്ത് കഴിയുമ്പോൾ. അതുപോലെ തന്നെ കൺഫർമിറ്റി വഴി വി ക്യാൻ പ്രെഡിക്റ്റ് അതേഴ്സ് ബിഹേവിയർ ഇൻ എ സോഷ്യൽ സെറ്റിംഗ്. അപ്പോൾ ഒരു സോഷ്യൽ സെറ്റിംഗിൽ മറ്റുള്ളവർ എങ്ങനെയായിരിക്കും ബിഹേവ് ചെയ്യാമെന്ന് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ സാധിക്കും. ആൻഡ് ഹെൻസ് ക്യാൻ ബിഹേവ് അക്കോർഡിംഗ്ലി. അപ്പം അങ്ങനെ വരുമ്പോൾ അതനുസരിച്ച് നമുക്ക് ബിഹേവ് ചെയ്യാനും സാധിക്കും. ഹെൻസ് ക്യാൻ ബിഹേവ് അക്കോർഡിംഗ്ലി. സോ വൈൽ ഡ്രൈവിംഗ് ഓൺ റോഡ്, അപ്പൊ റോഡിൽ നമ്മൾ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് നമുക്കറിയാം എല്ലാവരും ലെഫ്റ്റ് സൈഡ് വെച്ചിട്ടാണ് ഡ്രൈവ് ചെയ്യുക. അതുപോലെ റെഡ് ലൈറ്റ് വരുമ്പോഴേക്ക് സ്റ്റോപ്പ് ചെയ്യും. അപ്പം ഇതൊക്കെ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും മറ്റുള്ളവർ എങ്ങനെയാണ് ബിഹേവ് ചെയ്യുക, ഒരു പർട്ടിക്കുലർ സിറ്റുവേഷനിൽ എങ്ങനെയായിരിക്കും അവർ റോഡിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ മറ്റുള്ളവർ എങ്ങനെയായിരിക്കും എന്നുള്ളൊരു ഏകദേശം നമുക്കൊരു ധാരണയുണ്ട്. അപ്പം നമ്മുടെ സൊസൈറ്റിയിലെ എല്ലാ ഫങ്ഷൻസും സ്മൂത്ത് ആയിട്ടും പ്രെഡിക്റ്റബിൾ ആയിട്ടും പോകണമെങ്കിൽ കൺഫർമിറ്റി അവിടെ ഉണ്ടായിരിക്കണം എന്നുള്ള. സോ സിമിലർലി ആൻ എമർജൻസി സിറ്റുവേഷൻ പീപ്പിൾ ഫോളോ അതേഴ്സ് ടു എസ്കേപ്പ് ഫ്രം ദ സിറ്റുവേഷൻ. മറ്റുള്ളവർ എന്താ ചെയ്യുന്നത് അത് ആ സിറ്റുവേഷൻ നമ്മൾ ഫോളോ ചെയ്യുന്നു. So in case of fire, people follow others to reach the nearest fire exit. ഇതിന്റെ ഒരു ഡിസഡ്വാൻറ്റേജ് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഡിസഡ്വാൻറ്റേജ് എന്താ പറയുന്നത്, നമുക്ക് ഇവിടെ ഒരു സ്റ്റീരിയോടിപ്പിക്കൽ തിങ്കിങ്ങിന്റെ ഒരു പോസിബിലിറ്റി ഉണ്ട്. ദെൻ ദ ബ്ലൈൻഡ് അഡ്ഹെറൻസ് ടു സർട്ടൻ നോംസ്, ലൈക്ക് ഇപ്പോൾ ജെൻഡർ നോമിനോടൊക്കെ ഒരു ബ്ലൈൻഡ് അഡ്ഹെറൻസ് വരുമ്പോൾ, ഇപ്പം അങ്ങനത്തെ സിറ്റുവേഷൻസ് വന്നിട്ടുണ്ടെങ്കിൽ ഡ്യൂ ടു ദിസ് ഓൺലി ട്രാൻസ്ജെൻഡേഴ്സ് ഫേസ് നമ്പർ ഓഫ് സ്റ്റീരിയോടിപ്പിക്കൽ ബിഹേവിയേഴ്സ് അഗെയിൻസ്റ്റ് ദം. അപ്പം ട്രാൻസ്ജെൻഡേഴ്സ് എന്ന് പറയുമ്പോൾ അവർ ഇന്നൊരു കാറ്റഗറിയാണ്, അപ്പോൾ അവരോട് ഈ രീതിയിൽ പെരുമാറിയാൽ മതി എന്നൊക്കെ ഉള്ളൊരു ചിന്തകൾ, തെറ്റിദ്ധാരണകളെല്ലാം നമുക്ക് വരാൻ ചാൻസസ് ഉണ്ട്. അപ്പോൾ മറ്റുള്ളവർ അവരോട് ഇങ്ങനെയാണ് പെരുമാറുക, അപ്പം ഞാനും അങ്ങനെ തന്നെ പെരുമാറണം എന്നാണ് അവിടെ ചിന്തിക്കുക. Okay, then conformity is the most prominent cause behind continuation of number of superstitious behaviors since generation. അപ്പോൾ കൺഫർമിറ്റി ഇസ് ദ മോസ്റ്റ് പ്രോമിനന്റ് കോസ്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കോസ് എന്ന് പറയുന്നത് കൺഫർമിറ്റിയാണ്. അപ്പം ഈ ജനറേഷൻസ് നമ്മൾ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഈ സൂപ്പർസ്റ്റിഷ്യസ് ബിലീഫ്സ് അല്ലെങ്കിൽ ബിഹേവിയേഴ്സ് ഉണ്ടെങ്കിൽ അതിങ്ങനെ കണ്ടിന്യൂ ചെയ്തു പോകുന്നതിൻ്റെ കാരണം എന്ന് പറയുന്നത് കൺഫർമിറ്റിയാണ്. അപ്പം ഒരു ഗ്രൂപ്പ് അല്ലെങ്കിൽ ഒരു ജനറേഷൻ മൊത്തം ഇങ്ങനെ ചെയ്തു, അപ്പം നിന്റെ അച്ഛൻ്റെ തലമുറ ഇങ്ങനെയായിരുന്നു, അപ്പം നീയും അത് തുടരണം എന്ന് പറയുമ്പോൾ നമ്മളും അതേ രീതിയിൽ തന്നെ മുമ്പോട്ട് പോകുന്നൊരവസ്ഥ. ഓക്കെ, അപ്പം അങ്ങനെയാണ് സൂപ്പർസ്റ്റിഷ്യസ് ബിഹേവിയേഴ്സ് ഒക്കെ കൂടുതലായിട്ട് നമ്മൾ കണ്ടുവരുന്നത്.
ദെൻ അതർ നെഗറ്റീവ് എഫക്റ്റ് ഓഫ് കൺഫർമിറ്റി എന്ന് പറയുന്നത് ഒരു ക്രൗഡിന്റെ ബിഹേവിയർ നമുക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കില്ല. അതായത് ക്രൗഡിൽ ആളുകൾ മറ്റു ആൾക്കാർ എന്താ ചെയ്യണേ അതുപോലെ തന്നെ ചെയ്യുന്നു. അപ്പൊ അവിടെ ഞാൻ ഒറ്റയ്ക്കാണെങ്കിൽ ഒരിക്കലും ഞാൻ അങ്ങനെ കല്ലെറിയില്ല. പക്ഷെ ഇതിപ്പോ എല്ലാവരും കല്ലെറിഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാനും എറിയാനായിട്ട് എൻ്റെ മനസ്സ് നിർബന്ധിതമായി. അല്ലെ ഞാനും ചൂസിങ് ടു ബിഹേവ് ഇൻ എ മാനർ ദാറ്റ് അതേഴ്സ് ടു റെസ്ട്രിക്ട്സ് അവർ പേഴ്സണൽ ഫ്രീഡം. അടുത്തത് നോംസ് ദാറ്റ് എൻകറേജ് ഇൻഡിവിജ്വലിസം. അപ്പം there are certain groups in society that have been created for fighting against social evils or bringing a revolution in the society. Okay, and norms of such groups encourage its members that they should not conform to the social norms. അപ്പം ചില കാറ്റഗറിയിലുള്ള ആൾക്കാർ അപ്പം അവർ പറയും, അതായത് സൊസൈറ്റി റൂൾസിനോട് ഒരിക്കലും കൺഫേം ചെയ്ത് നിൽക്കേണ്ട കാര്യമില്ല എന്നുള്ള രീതിയിൽ തെറ്റായ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാറുണ്ട്. അപ്പം അതിന്റെ നേരെ ഓപ്പോസിറ്റ് ഉള്ള കാരണം നമുക്കിപ്പോൾ പറയാം ദ നോംസ് ദാറ്റ് എൻകറേജ് ഇൻഡിവിജ്വലിസം. ഓക്കെ, ഇതിന് അടുത്തത് മൈനോറിറ്റി ഇൻഫ്ലുവൻസ് ആൻഡ് കൺഫോമിറ്റി. അപ്പോൾ നമ്മൾ പറഞ്ഞു, അപ്പോൾ കൺഫോമിറ്റിയിലെ ഈ സൈസിന്റെ കാര്യം നമ്മൾ പറഞ്ഞു. അപ്പോൾ ഒരു വലിയൊരു ക്ലാസ് റൂമാണ്, അതിനകത്ത് കുറച്ച് പേര് മാത്രമാണ് പറയുന്നത്. എങ്കിൽ കൂടി അവർ പറയുന്ന കാര്യങ്ങൾ വളരെ കൺസിസ്റ്റന്റ് ആണ്, അല്ലെങ്കിൽ വളരെ ക്ലിയർ ആണ്. അതിനകത്ത് ഒരുപാട് എക്സ്പേർട്സ് ഉണ്ട്. അപ്പോൾ കുറച്ച് ഹൈ സ്റ്റാറ്റസ് ഉള്ള ആൾക്കാരുണ്ട്. പിന്നെ അതുപോലെ ഗ്രൂപ്പിന് ആ ഒരു പെർട്ടിക്കുലർ സബ് ഗ്രൂപ്പ് അന്ന് ബെനിഫിറ്റ് ചെയ്ത കാര്യം നമ്മൾ ഓർത്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഇതിനെല്ലാം ബേസ് ചെയ്ത് എന്താ സംഭവിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചെറിയ ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ ഒരു വലിയ ഗ്രൂപ്പ് ഓഫ് ആൾക്കാരെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു സ്റ്റേജ് വരെ. ഓക്കെ, സോ ദാറ്റ് ഈസ് മൈനോറിറ്റി ഇൻഫ്ലുവൻസ് ആൻഡ് കൺഫർമിറ്റി. സോ മൈനോറിറ്റി മെമ്പേഴ്സ് ഹു ആർ പെർസീവ്ഡ് ആസ് എക്സ്പേർട്ട് ആർ ഹൈ ഇൻ സ്റ്റേറ്റസ് ആൻഡ് ഹാവ് ബെനിഫിറ്റഡ് ദ ഗ്രൂപ്പ് ഇൻ ദ പാസ്റ്റ് are also more likely to succeed. Then another form of minority influence can sometimes override conformity effects and lead to unhealthy group dynamics. അപ്പോൾ ചില സമയത്ത് ഇങ്ങനത്തെ ഈ മൈനോറിറ്റി ഇൻഫ്ലുവൻസ് കൊണ്ട് ചില സമയത്ത് ആ ഗ്രൂപ്പിന്റെ ആ ഒരു ഡൈനമിക്സ് കുറച്ച് ഇഷ്യൂസ് കാര്യങ്ങളൊക്കെ സംഭവിക്കാറുണ്ട്. ബൈ ക്രിയേറ്റിംഗ് നെഗറ്റീവ് ഇമോഷണൽ ക്ലൈമറ്റ് ദാറ്റ് ഇന്റർഫിയർസ് വിത്ത് ഹെൽത്തി ഗ്രൂപ്പ് ഫംഗ്ഷൻ. അപ്പൊ ഹെൽത്തി ഗ്രൂപ്പ് ഫംഗ്ഷന് വേണ്ട എന്താണോ അതിനെ ഇന്റർഫിയർ ചെയ്യുന്ന രീതിയിലുള്ള സിറ്റുവേഷൻസും ചിലപ്പോൾ ഉണ്ടാവാറുണ്ട് മൈനോറിറ്റി ഇൻഫ്ലുവൻസ് കൊണ്ട്. ദെൻ ദേ മസ്റ്റ് ബി കൺസിസ്റ്റന്റ് വിത്ത് ഇൻ ദെയർ ഓപ്പോസിഷൻ ഓഫ് ദ മെജോറിറ്റീസ്. അപ്പം അവരെപ്പോഴും അവരുടെ വ്യൂസിൽ ഉറച്ചു നിൽക്കാനായിട്ട് സാധിക്കണം. അതുപോലെ തന്നെ അവരിൽ ഭിന്നത ഉണ്ടാവാനായിട്ട് പാടില്ല. അതുപോലെ തന്നെ അവർ വളരെ റിജിഡ് ആവരുത്, അതുപോലെ ഡോഗ്മാറ്റിക് ആവരുത് എന്നുള്ളത് നിർബന്ധമാണ്. So minorities that repeats the same proposition over and again are less persuasive than those that display a degree of flexibility. അപ്പോൾ എപ്പോഴും മൈനോറിറ്റി വളരെ റിജിഡ് അല്ലെങ്കിൽ വളരെ പിടിവാശിക്കാരാണെങ്കിൽ വേണ്ട, നമുക്ക് ആ ഒരു രീതിയിലേക്ക് പോകണ്ട എന്നുള്ളൊരു തീരുമാനമാണ് അവിടെ വരിക. And the minorities that argue for a position that is consistent and the current social trend are more influential. അപ്പോൾ ഒരു പൊസിഷൻ വേണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരാണെങ്കിൽ പ്രത്യേകിച്ച് നമുക്ക് ഈ ഒരു ട്രെൻഡ് മനസ്സിലാക്കാൻ സാധിക്കും. ഓക്കെ, സോ ദീസ് ആർ സം ഓഫ് ദ terms that is coming under conformity. എന്താണ് കൺഫർമിറ്റി എന്ന് കണ്ടു, ദെൻ ആഷന്റെ എക്സ്പെരിമെന്റ് കണ്ടു, ദെൻ ഇമ്പാക്ട് ഓഫ് കൺഫർമിറ്റി, then factors that found to increase conformity, reasons for conformity, normative social influence and informational social influence, then advantages of conformity, disadvantages of conformity, resisting conformity, minority influence and conformity. then അടുത്തത് കംപ്ലയൻസ് ആണ്. കംപ്ലയൻസ് എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു സെയിൽസ്മാൻ ഒരിക്കലും നമ്മുടെ അടുത്ത് ഈ സാധനം വാങ്ങിച്ചേ പറ്റുള്ളൂ എന്ന് നമ്മുടെ അടുത്ത് പറയാറില്ല. എക്സ്പ്ലിസിറ്റ് ആയിട്ട് അല്ലെങ്കിൽ ഇംപ്ലിസിറ്റ് ആയിട്ടുള്ള റിക്വസ്റ്റിനോട് നമ്മൾ ഫേവറബിൾ ആയിട്ട് വരിക, അല്ലെങ്കിൽ അത്തരത്തിൽ നമ്മുടെ ബിഹേവിയറിൽ ചേഞ്ച് സംഭവിക്കുന്ന ഒരു പ്രോസസ്സിനാണ് നമ്മൾ കംപ്ലയൻസ് എന്ന് പറയുന്നത്. സോ കംപ്ലയൻസ് റെഫേഴ്സ് ടു ദ ആക്ട് ഓഫ് റെസ്പോണ്ടിങ് ഫേവറബിളി ടു ആൻ എക്സ്പ്ലിസിറ്റ് ഓർ ഇംപ്ലിസിറ്റ് റിക്വസ്റ്റ് ഓഫേർഡ് ബൈ അതേഴ്സ്. ഓക്കെ, ആൻഡ് ദ റിക്വസ്റ്റ് മേ ബി എക്സ്പ്ലിസിറ്റ് ആയിട്ടുള്ളൊരു റിക്വസ്റ്റ് ആണ്. ഡൊണേഷൻ ചോദിക്കുക, അല്ലെങ്കിൽ ഇപ്പം എന്തെങ്കിലും ഫേവർ ആയിട്ട് നമ്മൾ ഡയറക്റ്റ് വന്ന് നമ്മുടെ അടുത്ത് ആളുകൾ വന്ന് ചോദിക്കും. ഇപ്പം ഫോർ എക്സാമ്പിൾ സ്പെഷ്യൽ സ്കൂളിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഓർഫനേജിലേക്ക് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഇപ്പോൾ ഓൾഡ് ഏജ് ഹോമിലേക്കൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ഡൊണേഷൻസ് ഡയറക്റ്റ് ആയിട്ട് ആളുകൾ വന്ന് ചോദിക്കുന്നതിനാണ് എക്സ്പ്ലിസിറ്റ് കംപ്ലയൻസ് എന്ന് പറയുന്നത്. ദെൻ ഇംപ്ലിസിറ്റ് എന്ന് പറയുന്നത് അവിടെ ഒരു
ഒരു അഡ്വർടൈസ്മെന്റ് കാണിക്കുകയാണ്. ഇപ്പം ഹോർഡിങ്, നമ്മൾ പുതിയൊരു ഹോർഡിങ് നമ്മൾ കണ്ടു, അപ്പോൾ അതിനകത്ത് ഒരു അഡ്വർടൈസ്മെന്റ് കാണിക്കുന്നു. ആൻഡ് പ്രൊമോട്ടിങ് ഇസ് പ്രോഡക്ട്സ് വിത്തൗട്ട് ഡയറക്ട്ലി ആസ്കിങ് ഫോർ പർച്ചേസ്. അപ്പം ഒരു പ്രോഡക്റ്റിന്റെ ഒരു പ്രൊമോഷനാണ് നമ്മളവിടെ കാണുന്നത്. അപ്പോൾ അവിടെ ഇന്നത് വാങ്ങിക്കുക എന്ന് നമ്മൾ പറയുന്നില്ല. ഇപ്പൊ ഇന്ന സോപ്പ് വാങ്ങിക്കുമെന്ന് പറയില്ല, പക്ഷെ ആ സോപ്പിന്റെ പരസ്യം അഡ്വർടൈസ്മെന്റ് ആയിട്ട് നമ്മൾ വെക്കുന്ന അത്തരത്തിലുള്ള റിക്വസ്റ്റ് നമ്മൾ ഇംപ്ലിസിറ്റ് റിക്വസ്റ്റ് എന്ന് പറയും. സോ എക്സ്പ്ലിസിറ്റ് റിക്വസ്റ്റ് ആൻഡ് ഇംപ്ലിസിറ്റ് റിക്വസ്റ്റ്. ദെൻ കംപ്ലൈൻസ് പ്രൊഫഷണൽസ് ഏതൊക്കെയാന്ന് നോക്കുക. ഒന്ന് സെയിൽസ് പേഴ്സൺ, advertisers, insurance agent, then politicians, professional negotiators, etc. are some examples of such compliance professionals. Okay. Then basic principles underlie many techniques professionals use for gaining compliance. Exam point of view important ആണ്. These are the basic principles behind compliance. Compliance-ന്റെ കാരണങ്ങളാണ് പറയുന്നത്. സോ അതിൽ ഫസ്റ്റ് വരുന്നത് ഫ്രണ്ട്ഷിപ്പ് ഓർ ലൈക്കിംഗ്. സോ ഫസ്റ്റ് വരുന്നത് ഫ്രണ്ട്ഷിപ്പ് ഓർ ലൈക്കിംഗ്. അപ്പോൾ ഫ്രണ്ട്ഷിപ്പിൽ എന്താ സംഭവിക്കുക? വി ആർ മോർ വില്ലിംഗ് ടു കംപ്ലൈ വിത്ത് റിക്വസ്റ്റ് ഫ്രം ഫ്രണ്ട്സ്. അപ്പോൾ എൻ്റെ അടുത്തൊരു റിക്വസ്റ്റ് ആയിട്ട് വരുന്നു, 2 പേര് വരുന്നു. അതിനകത്ത് ഒരാൾ എൻ്റെ ഫ്രണ്ടാണ്, മറ്റേ ആളെ എനിക്ക് അറിയില്ല. അല്ല, ഒരാളെ എനിക്ക് ഇഷ്ടമാണ്, മറ്റേ ആളെ എനിക്ക് ഇഷ്ടമില്ല. അപ്പം നമ്മൾ ആരുടെ റിക്വസ്റ്റ് ആയിരിക്കും നമ്മൾ എടുക്കുക? ഒബ്വിയസ്ലി നമുക്ക് നമ്മുടെ ഫ്രണ്ടിൻ്റെ റിക്വസ്റ്റ്, അല്ലെങ്കിൽ ഞാൻ ഇഷ്ടപ്പെടുന്ന വ്യക്തി ഇതിനകത്ത് ആരാണോ അവരുടെ റിക്വസ്റ്റ് നമ്മൾ എടുക്കും. അതാണ് ഫസ്റ്റ് പ്രിൻസിപ്പിൾസ്. അപ്പം അങ്ങനെ നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യാനായിട്ട് സാധിക്കും. രണ്ടാമത്തെ പ്രിൻസിപ്പിൾ കമ്മിറ്റ്മെന്റ് ഓർ കൺസിസ്റ്റൻസി. അപ്പം കമ്മിറ്റ്മെന്റ് എന്ന് പറയുമ്പോൾ എന്തുവാ? ഞാൻ ഓൾറെഡി ഇതിനകത്ത് വീണുപോയി, ഇനിയിപ്പോൾ ഇതിൽ നിന്ന് എനിക്ക് വ്യത്യാസപ്പെടുത്താൻ പറ്റില്ല. അപ്പം ആ ഒരു രീതിയിലേക്ക് നമ്മളെ കൊണ്ട് എത്തിക്കുന്ന പ്രിൻസിപ്പിൾ ബിഹൈൻഡ് കംപ്ലൈൻസ് ആണ്, ബിഹൈൻഡ് ഗെയിനിങ് കംപ്ലൈൻസ് ആണ് കമ്മിറ്റ്മെന്റ് ഓർ കൺസിസ്റ്റൻസി. അപ്പോൾ വൺസ് ഞാൻ കമ്മിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാനിത് ചെയ്യണം, എല്ലാ ആക്ഷൻ ഞാനിത് ചെയ്തിരിക്കണം. ആൻഡ് വി ആർ മോർ വില്ലിംഗ് ടു സേ ഓർ ഡു തിങ്സ് ദാറ്റ് ഫിറ്റ് വിത്ത് കമ്മിറ്റഡ് പൊസിഷൻ ഇൻ വേരിയസ് വേസ്. ദെൻ അടുത്തത്, അപ്പോൾ നമ്മൾ ഏറ്റെടുത്താൽ നമ്മളത് ചെയ്തിരിക്കണം, അല്ലെങ്കിൽ നമ്മളുടെ ആ ഒരു സ്വഭാവം കൺസിസ്റ്റന്റ് അല്ലാന്ന് നമുക്ക് തന്നെ ഫീൽ ചെയ്യും. ആൻഡ് ദാറ്റ് വിൽ കോസ് ഇൻകോൺഗ്രുവൻസ്. അടുത്തത് സ്കേഴ്സിറ്റി. നമ്മൾ മനസ്സിലാക്കാണ് ആ ഒരു ഓബ്ജക്റ്റ് അല്ലെങ്കിൽ ആ ഒരു കാര്യം എന്ന് പറയുന്നത് വളരെ വാല്യുബിൾ ആണ്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു വെർത്ത് കൂടുതലാണ്. ദെൻ അതുപോലെ തന്നെ അതെങ്ങനെയെങ്കിലും സെക്യൂർ ചെയ്യണം എന്നുള്ളൊരു ചിന്ത നമ്മളിലേക്ക് വരികയാണ്. പിന്നെ അതുപോലെ ഇപ്പം ഓപ്പർച്യൂണിറ്റീസ് വളരെ സ്കാഴ്സ് ആയിട്ടുള്ള ഡിക്രീസിങ് ആയിട്ടുള്ള ലെവലിൽ ഇപ്പം ഇത്രയും സാധനമേ ഉള്ളൂ നമ്മുടെ കയ്യിലെന്ന് പറയുമ്പം അവിടെ എന്താണ്, നമുക്ക് ആ ഒരു സാധനം എടുക്കണം അല്ലെങ്കിൽ വാങ്ങിക്കണം എന്നുള്ള ടെൻഡൻസി വരുന്നു. അസമയം ഒരുപാട് സാധനം ഉണ്ട്, ഏതെങ്കിലും സമയത്ത് നിങ്ങൾ വാങ്ങിച്ചാൽ മതി എന്ന് പറയുമ്പോൾ അവിടെ നമ്മുടെ ഡിമാൻഡ് ഒബ്വിയസ്ലി കുറയുന്നു. ഓക്കെ. അപ്പം അങ്ങനെ നമ്മൾ ഡിമാൻഡ് ചെയ്ത് നമ്മളുടെ ബിഹേവിയറിൽ ഇൻഫ്ലുവൻസ്ഡ് ആക്കാൻ, നമ്മുടെ ബിഹേവിയറിൽ ചേഞ്ച് വരുത്തുന്നതാണ് സ്കാർസിറ്റി പ്രിൻസിപ്പിളിൽ വരുന്നത്. സോ ഫ്രണ്ട്ഷിപ്പ് ഓർ ലൈക്കിംഗ്, കമ്മിറ്റ്മെന്റ് ഓർ കൺസിസ്റ്റൻസി, ദെൻ സ്കാർസിറ്റി. അടുത്തത് റെസിപ്രോസിറ്റി. എനിക്ക് ഇങ്ങനത്തെ ഒരു ഹെൽപ്പ് വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ തിരിച്ചങ്ങോട്ടും ഹെൽപ്പ് ചെയ്തിരിക്കണം. ദാറ്റ് ഈസ് ബേസിക് പ്രിൻസിപ്പിൾ. ആ ഒരു പ്രിൻസിപ്പിളിൻ്റെ പേര് റെസിപ്രോസിറ്റി. അപ്പം എനിക്ക് ഇങ്ങോട്ടേക്ക് ഒരു കൺസെഷൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഞാനത് അങ്ങോട്ട് ചെയ്തിരിക്കും. ദെൻ അടുത്തത് സോഷ്യൽ വാലിഡേഷൻ. സോഷ്യൽ വാലിഡേഷൻ എന്ന് പറയുമ്പോൾ എ ടെൻഡൻസി ടു കംപ്ലൈ വിത്ത് എ റിക്വസ്റ്റ് ഫോർ സം ആക്ഷൻ if this action is consistent with what believe persons similar to ourselves are doing. ഓക്കെ. അപ്പോൾ സോഷ്യൽ വാലിഡേഷൻ എന്ന് പറയുന്നത് ഇപ്പം നമ്മുടെ അടുത്ത് പറയാണ്, നമ്മുടെ പോലെ തന്നെയുള്ള മറ്റുള്ളവരും ഇത് തന്നെ ചെയ്യും അല്ലെങ്കിൽ ചെയ്യുന്നുണ്ട് എന്ന് നമ്മൾ പറയുമ്പോൾ നമ്മൾ എന്നാൽ ശരി, എന്നാൽ ഞാനും ചെയ്യാം. അപ്പം മറ്റുള്ളവരും ഇതേ സാധനം വാങ്ങിച്ചിട്ടുണ്ട്, നിങ്ങളും വാങ്ങിക്കുക എന്ന് പറയുമ്പോൾ ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഞാനും വാങ്ങിക്കാം. അപ്പം അതെന്താണ്? വി വോണ്ട് ടു ബി കറക്റ്റ് ആൻഡ് വൺ വേ ടു ഡു സോ ഈസ് ടു ആക്ട് ആൻഡ് തിങ്ക് ലൈക്ക് അതേഴ്സ്. അപ്പം അത് മറ്റുള്ളവർ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അത് നല്ല സാധനമായിരിക്കും, അപ്പം എൻ്റെ ഡിസിഷൻ കറക്റ്റ് ആയിരിക്കും. അപ്പം അങ്ങനെ ചിന്തിക്കുന്ന ആ ഒരു പ്രിൻസിപ്പിളിനാണ് സോഷ്യൽ വാലിഡേഷൻ എന്ന് പറയാം. ദെൻ അടുത്തത് ക്രെഡിബിലിറ്റി ആൻഡ് ഓർ അതോറിറ്റി. അപ്പം ഈ പറയുന്ന വ്യക്തി, അതിപ്പോൾ ഈ സോഴ്സ് ആയിക്കോട്ടെ, ഈ പറയുന്ന വ്യക്തി അല്ലെങ്കിൽ നമുക്ക് കിട്ടിയ ഇൻഫർമേഷൻ ഒരു എക്സ്പെർട്ട് ഒപ്പീനിയൻ ആണ്, അവർക്ക് വേണ്ട നോളജും എബിലിറ്റി സ്കില്ലും ഒക്കെ ഉള്ള ആണെങ്കിൽ ആ ഒരു പ്രിൻസിപ്പിളിനെ ബേസ് ചെയ്തിട്ട് നമ്മളെ അവരെ ഇൻഫ്ലുവൻസ് ചെയ്തിരിക്കും. Okay, so that is credibility and or authority. So these are the 5 basic principles behind compliance. എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻ ആണ്. 1 ഫ്രണ്ട്ഷിപ്പ് ഓർ ലൈക്കിംഗ്, 2 കമ്മിറ്റ്മെന്റ് ഓർ കൺസിസ്റ്റൻസി, 3 സ്കാർസിറ്റി, 4 റെസിപ്രോസിറ്റി, ദെൻ സോഷ്യൽ വാലിഡേഷൻ, ദെൻ ക്രെഡിബിലിറ്റി ആൻഡ് അതോറിറ്റി. ദെൻ ആദ്യത്തെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ഫ്രണ്ട്ഷിപ്പ് ഓർ ലൈക്കിംഗ് ആണ്.
അതായത് നമ്മുടെ മുമ്പിൽ വരുന്ന വ്യക്തി, നമ്മുടെ മുമ്പിൽ വരുന്ന ഒരു സെയിൽസ്മാൻ എന്ന് നിങ്ങൾ വിചാരിക്കുക. അപ്പം ആ വ്യക്തി നമ്മളടുത്ത് റിക്വസ്റ്റ് ചെയ്യുകയാണ്, ഇത് വാങ്ങിക്കാൻ പറ്റുമോ എന്ന് പറഞ്ഞിട്ട് അവരൊരു പ്രോഡക്റ്റ് കൊണ്ടുവന്നേക്കാണ്. ആ പ്രോഡക്റ്റ് നമ്മളെ കൊണ്ട് വാങ്ങിപ്പിക്കുക. അപ്പം നമുക്ക് വാങ്ങിക്കാനുള്ളൊരു മനസ്സിലല്ല നമ്മളിരിക്കുന്നത്. ആ ഒരു ബിഹേവിയറിൽ നിന്ന് ഒരു ചേഞ്ച് ഇൻ ബിഹേവിയർ ടു ബൈ ദറ്റ് പ്രോഡക്റ്റ്, അതാണ് അവരുടെ ഒരു ലക്ഷ്യമായിട്ട് വരുന്നത്. അപ്പോൾ ആ ലക്ഷ്യം നടത്താൻ വേണ്ടിയിട്ട് അവർ ചില ടെക്നിക്സ് ഉപയോഗിക്കും. അതിനെയാണ് നമ്മൾ ടാക്ടിക്സ് എന്ന് പറയാം. ഓക്കെ, സോ അതിൽ ഫസ്റ്റ് വരുന്നത് ഇംഗ്രാഷ്യേഷൻ. ഇംഗ്രാഷ്യേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? മറ്റുള്ളവരുടെ സ്നേഹം പിടിച്ചു പറ്റുക, ഗെറ്റിംഗ് അതേഴ്സ് ടു ലൈക്ക് അസ് സോ ദാറ്റ് ദേ വിൽ ബി മോർ വില്ലിംഗ് ടു എഗ്രി ടു അവർ റിക്വസ്റ്റ്. അപ്പോൾ അതാണ് ഇംഗ്രാഷ്യേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അത് രണ്ട് രീതിയിലുണ്ട്. ഒന്ന് സെൽഫ് എൻഹാൻസിങ് ടെക്നിക്സ് ഓർ ടാക്ടിക്സ്. അപ്പം അതിൽ ഇപ്പോൾ വരുന്ന സെയിൽസ്മാൻ, അവരുടെ അപ്പിയറൻസ്, അവർ വളരെ പാവമായിട്ട് വന്നിരിക്കുന്നു, എപ്പോഴും നമ്മളോട് ചിരിക്കുന്നു, ദെൻ എപ്പോഴും നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഹൈ ലെവൽ കോണ്ടാക്ട് വെക്കുന്നു. അപ്പം അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വന്നാൽ നമ്മൾ അപ്പം അങ്ങനെ ആ ഒരു രീതിയിൽ നമ്മുടെ അടുത്ത് പെരുമാറി കഴിയുമ്പോൾ നമുക്ക് അവരോട് ഒരു ഇഷ്ടം തോന്നുകയാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നമുക്ക് അവരോട് ഒരു പാവത്വം തോന്നുകയാണ്, അയ്യോടാ പാവം എന്ന് നമുക്കൊരു ഫീലിംഗ് നമുക്ക് വരികയാണ്. അതിൻ്റെ റിസൾട്ടായിട്ട് നമ്മൾ ആ ഒരു പ്രോഡക്റ്റ് വാങ്ങിക്കാൻ നമ്മുടെ ബിഹേവിയർ അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു തോട്ടിന് ചേഞ്ച് ചെയ്യിപ്പിച്ച് നമ്മൾ ആ ഒരു പ്രോഡക്റ്റ് നമ്മൾ വാങ്ങിക്കുകയാണ്. സോ അത്തരത്തിലുള്ള ടെക്നിക്കിന് നമ്മൾ സെൽഫ് എൻഹാൻസിങ് ടാക്ടിക്സ് എന്ന് പറയും. അടുത്തത് അതർ എൻഹാൻസിങ് ടാക്ടിക്സ്. ഇപ്പം നമ്മുടെ അടുത്തൊരു സെയിൽസ്മാൻ വരും, എന്നിട്ട് അവർ നമ്മുടെ അടുത്ത് പറയുന്നു, എന്തൊരു ഭംഗിയാണ് ചേച്ചിയെ കാണാനല്ല, അല്ലെങ്കിൽ നിങ്ങളുടെ വീട് എന്തൊരു ഭംഗിയായിട്ട് ഇരിക്കുന്നത്, അങ്ങനെ എന്തെങ്കിലും പറയുന്നു. അതുപോലെ ഇപ്പം നമ്മൾ എന്തെങ്കിലും ഒരു അനുഭവങ്ങൾ പറഞ്ഞാൽ, ശരിയാണ് മാഡം പറഞ്ഞത് വളരെ ശരിയാണ്, എനിക്കത് എപ്പോഴും തോന്നാറുണ്ട്, ഇങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മളുമായിട്ട് എഗ്രി ചെയ്ത് നിൽക്കുന്നുണ്ട് എന്നുള്ളൊരു അത് വരുത്തി തീർക്കാൻ ശ്രമിക്കുക. ദെൻ ഷോയിങ് ഇൻട്രസ്റ്റ് ഇൻ ദം, അവർ പറയുന്ന കാര്യങ്ങളിൽ നമുക്ക് താല്പര്യമുണ്ടെന്ന് പറയാം. ദെൻ അതുപോലെ തന്നെ ചെറിയ ഗിഫ്റ്റ്, സ്മോൾ ഫേവേഴ്സ്, ലൈക്ക് ചെറിയ ചെറിയ ബോക്സിൽ ചെറിയ ചെറിയ ഗിഫ്റ്റ്സ്, ഫേവേഴ്സ്, അപ്പം അങ്ങനെയൊക്കെ നമ്മൾ കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് അങ്ങനത്തെയൊക്കെ കിട്ടിക്കഴിയുമ്പോൾ നമുക്ക് അവരോടൊരു താല്പര്യം തോന്നും. സോ ദാറ്റ് ഈസ് അതർ എൻഹാൻസിങ് ടാക്ടിക്സ്. സോ ഇംഗ്രാഷ്യേഷനിൽ ഒന്ന് സെൽഫ് എൻഹാൻസിങ് ടാക്ടിക്സ് ആൻഡ് അതർ വൺ ഇസ് അതർ എൻഹാൻസിങ് ടാക്ടിക്സ്. ദെൻ വരുന്നത് സെൽഫ് പ്രൊമോഷനാണ്. So informing others about our previous achievements increase others' confidence in us. അപ്പോൾ സെൽഫ് പ്രൊമോഷൻ എന്ന് പറയുമ്പോൾ നമ്മളുടെ തന്നെ ആ ഒരു പ്രീവിയസ് അച്ചീവ്മെന്റിനെ പറ്റിയിട്ട് നമ്മൾ പറയുകയാണ് ചെയ്യുന്നത്. ആൻഡ് ദാറ്റ് ഇൻക്രീസ്, അപ്പോൾ ഞാൻ ഈ ഒരു പ്രത്യേക പ്രോഡക്റ്റ് ഞാൻ വാങ്ങിച്ചിട്ട് എനിക്ക് വളരെ ഗുണമുണ്ടായി എന്ന് പറഞ്ഞു കഴിയുമ്പോൾ നമുക്കും ആ ഒരു പെർട്ടിക്കുലർ പ്രോഡക്റ്റ് വാങ്ങിക്കാനുള്ള ഒരു ടെൻഡൻസി അല്ലെങ്കിൽ ഒരു കോൺഫിഡൻസ് നമുക്ക് വരുന്നു. So that is self-promotion. Then improving self-image. So emitting positive verbal cues, having a presentable appearance and doing favors to others. അപ്പോൾ ഇംപ്രൂവിങ് സെൽഫ് ഇമേജിൽ നമ്മൾ പറയുന്നത്, ഇപ്പം നമ്മൾ ഒരു ക്ലയൻറ്റിനെ സെയിൽസ്മാനെ കണ്ടു, അപ്പോൾ അവർ വളരെ നന്നായിട്ട് നോൺ വെർബൽ ക്യൂസ് തരുന്നുണ്ടായിരുന്നു, അതുപോലെ വെർബൽ ക്യൂസ് തരുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെയാണ് ഞാൻ ശ്രദ്ധിച്ചത്. സോ അപ്പം അങ്ങനെ നമുക്ക് കിട്ടി. അപ്പോൾ എമിറ്റിംഗ് പോസിറ്റീവ് നോൺ വെർബൽ ക്യൂസ്, അപ്പോൾ ഹാവിങ് പ്രസന്റബിൾ, ആ ഒരു അപ്പിയറൻസ് എല്ലാം ഉണ്ട്. അപ്പം അങ്ങനെ ആ ഒരു സെൽഫ് ഇമേജ് ഇംപ്രൂവ് ചെയ്യുന്നതിലൂടെ നമ്മളുടെ ആ ഒരു ഇഷ്ടം നേടിയെടുക്കുന്നതിനെയാണ് ഇംപ്രൂവിങ് സെൽഫ് ഇമേജ് എന്ന് പറയുന്നത്. അടുത്തത് ഇൻസിഡന്റൽ സിമിലാരിറ്റി. ഇൻസിഡന്റൽ സിമിലാരിറ്റി എന്ന് പറയുമ്പോൾ ഫർദർ മോർ ദ റിക്വസ്റ്റേഴ്സ് ട്രൈ ടു ഡ്രോ ദ അറ്റൻഷൻ ഓഫ് ദെയർ ടാർഗറ്റ്സ് ടുവേർഡ്സ് സം സിമിലാരിറ്റി ബിറ്റ്വീൻ ദം. അതായത് നമ്മൾ ഇപ്പം ഞാനും നിങ്ങളും സെയിം ഹോം ടൗണിൽ തന്നെയാണല്ലോ, സെയിം ആണ് നമ്മുടെ രണ്ടുപേരുടെയും ഹോം ടൗൺ, ദെൻ അതുപോലെ സെയിം കോളേജിലാണ് നമ്മൾ പഠിച്ചത് എന്നൊക്കെ പറഞ്ഞ് നമുക്ക് എങ്ങനെയും ഒരു കണക്ഷൻ ഉണ്ടാക്കുക, ഒരു സിമിലാരിറ്റി ഉണ്ടാക്കുക. അപ്പം അങ്ങനെ വരുമ്പോൾ നമുക്ക് വാങ്ങിക്കാനായിട്ടുള്ള ഒരു ടെൻഡൻസി അല്ലെങ്കിൽ നമ്മുടെ ബിഹേവിയറിൽ ഒരു ചേഞ്ച് സംഭവിക്കുന്നതിനാണ് ഇൻസിഡന്റൽ സിമിലാരിറ്റി എന്ന് പറയുന്നത്. ദെൻ അടുത്തത് കമ്മിറ്റ്മെന്റ് ഓർ കൺസിസ്റ്റൻസി. ഇപ്പോൾ പ്രിൻസിപ്പളിനെ ബേസ് ചെയ്ത്, അപ്പോൾ അതിനകത്ത് ഫസ്റ്റ് വരുന്നത് ഫുട്ട് ഇൻ ദ ഡോർ ടെക്നിക്ക്. അപ്പോൾ ഫുട്ട് ഇൻ ദ ഡോർ ടെക്നിക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം ഒരു ചെറിയ റിക്വസ്റ്റ് ആണ് ആദ്യം വെക്കുക. ആ റിക്വസ്റ്റ് ഓക്കെ ആയിക്കഴിഞ്ഞാൽ നമ്മളത് വലിയ റിക്വസ്റ്റിലേക്ക് മാറ്റും. ആ വലിയ റിക്വസ്റ്റ് ആണ് ശരിക്കും പറയുന്നത് ഈ വ്യക്തിയുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. മൊബൈൽ കമ്മ്യൂണിക്കേഷൻ സർവീസസിൽ ഇനീഷ്യലി ദേ ഓഫർ ഫ്രീ കോളിംഗ് ആൻഡ് ഡേറ്റ സർവീസ്. ഇപ്പം ഒരു പെർട്ടിക്കുലർ മൊബൈൽ കമ്മ്യൂണിക്കേഷൻ സർവീസസ് അവരാദ്യം ഫ്രീ കോളിങ്ങും അതുപോലെ ഡേറ്റ സർവീസും ഒക്കെയും അവർ നമുക്ക് തന്നിരുന്നു. പക്ഷെ അത് ഓക്കെ ആയി കഴിയുമ്പോൾ അവർ പിന്നെ ഒരു മേളിലേക്ക് കയറുന്ന ഒരു അവസ്ഥയായിരിക്കും. അത് നമ്മളെ കൊണ്ട് ചിലപ്പോൾ താങ്ങാൻ പറ്റിയൊന്നും വരില്ല. ഓക്കെ, സോ ദാറ്റ് ഈസ് ഫുട്ട് ഇൻ ദ ഡോർ ടെക്നിക്. അടുത്തത് ലോ ബോൾ ടെക്നിക്. അപ്പോൾ ദിസ് ഇൻവോൾവ്സ് ഓഫറിങ് ആൻ അട്രാക്റ്റീവ് ഡീൽ ടു ദ കസ്റ്റമേഴ്സ്. അപ്പോൾ കസ്റ്റമേഴ്സിൻ്റെ അടുത്ത് ആദ്യം ഒരു അട്രാക്റ്റീവ് ഡീല് പറയുന്നു.
ആൻഡ് ആഫ്റ്റർ ദേ അക്സെപ്റ്റ്, എന്നിട്ട് അവരത് അക്സെപ്റ്റ് ചെയ്യുന്നു, ശരി നമുക്കിത് വാങ്ങാം എന്ന്. ആഫ്റ്റർ ദേ അക്സെപ്റ്റ് ചേഞ്ചിങ് ദാറ്റ് ഓഫർ ഇൻ സം വേ ആൻഡ് ദ ഡീലിംഗ് ഈസ് മെയ്ഡ് ലുക്രേറ്റീവ്. അപ്പോൾ നമ്മൾ നോക്കി കഴിഞ്ഞപ്പോൾ ഒരു അട്രാക്റ്റീവ് ഡീലാണ്, മേടിക്കാൻ പറ്റും എന്ന് പറഞ്ഞു. പക്ഷെ നമ്മളത് ഓക്കെ അക്സെപ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ അവർ പറയും ഈ ഡീലിൽ ഇന്ന് ചെയ്യുമ്പോൾ അയ്യോ ഇതിപ്പോൾ ഇത്ര സമയം കഴിഞ്ഞല്ലോ, ഇനിയിപ്പോൾ ഇത് ചെയ്യുമ്പോൾ ഇതിന് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, വേറെ ബുദ്ധിമുട്ടുകളൊന്നുമില്ല എന്ന് പറയും. അപ്പോൾ നമ്മൾ എന്തായാലും വേണ്ടില്ല, നമ്മൾ ഓൾറെഡി തിരിച്ച് ഇറങ്ങിയില്ലേ എന്നുള്ളൊരു ചിന്ത അവിടെ വരുന്നു. സോ ദാറ്റ് ഇസ് ലോ ബോൾ ടെക്നിക്. അടുത്തത് ബെയ്റ്റ് ആൻഡ് സ്വിച്ച് ടാക്ടിക്. ഇപ്പൊ ഇതിൽ പറയുന്ന ടെക്നിക് ഫോർ ഗെയിനിങ് കംപ്ലൈൻസ് in which once the customer enters the shop, items offered for sale are showed as unavailable and presented of very low quality. ഫോർ എക്സാമ്പിൾ 50% ഓഫ് എന്ന് പറഞ്ഞിട്ട് അവിടെ അപ് ടു എന്ന് പറഞ്ഞ വാക്ക് വളരെ ചെറുതായിട്ട് കൊടുക്കും. സോ 50% ഓഫ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ആ കടയിൽ കയറി ചെന്ന് കഴിയുമ്പോൾ നമ്മൾ കാണും 50% ഓഫിലുള്ള സാധനങ്ങൾ അവിടെ കാണാം, പക്ഷെ അത് വളരെ പുവർ ക്വാളിറ്റിയിലായിരിക്കും കാണുക. അല്ലെങ്കിൽ നമ്മൾ പറയാം 50% ഇപ്പോൾ ജസ്റ്റ് കഴിഞ്ഞേ ഉള്ളൂ, ഇവിടെ ഇപ്പോൾ നമ്മുടെ കയ്യിലുള്ളത് 30% ആണ്, പക്ഷെ നല്ല സാധനമാണെന്ന് പറയും. അപ്പോൾ ഒരിക്കലും നമുക്ക് ഈ 30% നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഒരിക്കലും നമ്മൾ ചിലപ്പോൾ ആ കടയിൽ കയറില്ലായിരുന്നു. പക്ഷെ വൺസ് നമ്മൾ കയറി കഴിഞ്ഞിട്ട് പിന്നെ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചു മാറ്റുന്നതിനാണ് നമ്മൾ ബെയ്റ്റ് ആൻഡ് സ്വിച്ച് ടാക്ടിക് എന്ന് പറയുന്നത്. അടുത്തത് റെസിപ്രോസിറ്റി എന്ന് പറയുമ്പോൾ ഡോർ ഇൻ ദ ഫേസ്. അപ്പം നേരെ ഓപ്പോസിറ്റ് ആണ്, നമ്മൾ നേരത്തെ പറഞ്ഞതിൻ്റെ നേരെ ഓപ്പോസിറ്റ്, ഫുട്ട് ഇൻ ദ ഡോറിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ഡോർ ഇൻ ദ ഫേസ്. അപ്പോൾ ഇതിലെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം നമ്മുടെ അടുത്ത് കടം ചോദിക്കുന്നത് 10,000 രൂപയായിരിക്കും, അല്ലെങ്കിൽ ഇപ്പം 50,000 രൂപയായിരിക്കും. അപ്പോൾ ഈ 50,000 രൂപ നമുക്ക് തരാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ നമ്മളടുത്ത് നമ്മൾ പിന്നെ അടുത്തത് ചോദിക്കും, നമ്മൾ പറയും എന്നാൽ ഒരു 25 തരാൻ പറ്റുമോ എന്ന് നമ്മൾ ചോദിക്കും. അപ്പം ആദ്യത്തെ വലിയ റിക്വസ്റ്റ് ആയിരിക്കും. ആ റിക്വസ്റ്റ് നമ്മൾ പറ്റില്ല എന്ന് പറഞ്ഞല്ലോ, അപ്പം അത് ഓക്കെ അവർ പറഞ്ഞു, അപ്പം നമ്മൾ അവിടെ ഒരു വിധേയത്വമായി. അപ്പൊ അത് കഴിഞ്ഞിട്ട് പിന്നെയാണ് അടുത്ത പൈസ നമ്മളടുത്ത് ചോദിക്കുന്നത്. അപ്പൊ എന്താ അടുത്ത പൈസ നമ്മൾ ചോദിക്കുന്നത് എന്താ, വളരെ കുറവായിട്ടുള്ള ഒരു എമൗണ്ട് ആണ്. കമ്പയർഡ് ടു 50,000 നമ്മളടുത്ത് ചോദിക്കുന്നത് ഒരു 10,000 രൂപയാണ്. അപ്പൊ നമ്മൾ എന്താ ഓർക്കണം, 50,000 രൂപ ചോദിച്ചിട്ട് പിന്നെ അത് പറ്റില്ല എന്ന് പറഞ്ഞിട്ട് അവൻ കുറച്ച് എന്തായാലും 10 ചോദിച്ചാൽ ആ 10 ഞാൻ അങ്ങോട്ട് കൊടുത്തേക്കാം എന്ന് നമ്മൾ വിചാരിക്കാം. അപ്പൊ ആ മേളത്തെ റിക്വസ്റ്റ് ആള് തന്നെ വേണ്ടാന്ന് വെച്ചു എന്നുള്ളതാണ് അവിടെ ഒരു റെസിപ്രോക്കൽ എലമെന്റ് വരുന്നത്. ഓക്കെ, സോ നീഡ് ഫോർ റെസിപ്രോക്കൽ ബിഹേവിയർ വരുന്നത്. അപ്പം എന്നാൽ ഈ വ്യക്തി ആഗ്രഹിക്കുന്നത് ഈ പറഞ്ഞ 10,000 ആയിരിക്കാം, പക്ഷെ ലാർജർ റിക്വസ്റ്റ് വെച്ചിട്ട് അത് പറ്റില്ല എന്ന് പറയുമ്പോഴേക്കും ഏറ്റവും ലോവർ ലെവലിൽ ആ റിക്വസ്റ്റിനെ കൊണ്ടുവരുന്ന ടെക്നിക്കാണ് നമ്മൾ ഡോർ ഇൻ ദ ഫേസ് ടെക്നിക് എന്ന് പറയുന്നത്. അടുത്തത് ഫുട്ട് ഇൻ ദ മൗത്ത് ടെക്നിക്. അപ്പൊ വെൻ പീപ്പിൾ ഫീൽ ദാറ്റ് ദേ ആർ ഇൻ റിലേഷൻഷിപ്പ് വിത്ത് അനദർ വൺ, അപ്പൊ നമ്മൾ അങ്ങനെ ആണ് തോന്നുന്നതെങ്കിൽ ഹൗ ട്രിവിയൽ ഓർ അൺഇമ്പോർട്ടൻറ്റ് ദേ ഓഫൺ ഫീൽ ദാറ്റ് ദേ ആർ ഒബ്ലൈസ്ഡ് ടു ഹെൽപ്പ് or considerate to that person simply because a relationship exists. അപ്പൊ നമ്മൾക്ക് അറിയുന്ന ആരെങ്കിലുമായിട്ട് ഒരു റിലേഷൻഷിപ്പ് അവിടെ ഉണ്ട് എങ്കിൽ നമുക്ക് അവിടെ ഒരു പിന്നെ നമുക്ക് അപ്പൊ അതാണ് ആ ഒരു ഗുണമായിട്ട് നമ്മളടുത്ത് പറയുമ്പോൾ അതിന് തിരിച്ച് നമ്മൾ എന്തെങ്കിലും ചെയ്യണ്ടേ എന്നുള്ളതാണ് സംഭവം. സോ ദാറ്റ് ഈസ് ഫുട്ട് ഇൻ ദ മൗത്ത്. സോ വെൻ പീപ്പിൾ ഫീൽ ദാറ്റ് ദേ ആർ ഇൻ എ റിലേഷൻഷിപ്പ്, അപ്പൊ അവർ റിലേഷൻഷിപ്പിലാണെന്ന് പറഞ്ഞാൽ പിന്നെ നമുക്ക് അവരുടെ അടുത്ത് സാധനങ്ങൾ വാങ്ങിക്കാതിരുന്ന ബുദ്ധിമുട്ടാവും. അടുത്തത് ദാറ്റ് ഇസ് നോട്ട് ഓൾ ടെക്നിക്. അപ്പൊ ദാറ്റ് ഇസ് നോട്ട് ഓൾ ടെക്നിക് എന്ന് പറയുമ്പോൾ ഇറ്റ്സ് യെറ്റ് അനദർ ടാക്ടിക് ബേസ്ഡ് ഓൺ റെസിപ്രോസിറ്റി. അപ്പൊ ഇതിൽ പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ആദ്യം ഒരു ഇനീഷ്യൽ റിക്വസ്റ്റ് ഓക്കെ പറയും. ഇപ്പൊ ഇനീഷ്യൽ റിക്വസ്റ്റ് ഇസ് ഫോളോഡ് ബിഫോർ ദ ടാർഗറ്റ് പേഴ്സൺ ക്യാൻ മേക്കപ്പ് ഓർ ഹിസ് ഓർ ഹെർ മൈൻഡ് ടു സേ യെസ് ഓർ നോ. അപ്പം നമ്മളടുത്ത് ചോദിക്കുന്നു, അപ്പൊ ആദ്യം ഒരു ഇനീഷ്യൽ റിക്വസ്റ്റ് വെക്കുന്നു. ആ റിക്വസ്റ്റ് വെച്ച് കഴിഞ്ഞപ്പോഴേക്കും നമ്മളത് ആ ഒരു ഡിസിഷൻ എടുക്കണോ വേണ്ടയോ എന്ന് നമ്മൾ ചിന്തിക്കുന്ന സമയത്ത് അവർ പറയുന്നത് ദേ ഇന്ന് വാങ്ങിക്കുകയാണെങ്കിൽ ഈ ഒരു ഓഫർ കൂടി ഉണ്ട് കേട്ടോ എന്ന് നമ്മുടെ അടുത്ത് പറയാണ്. അപ്പൊ അങ്ങനെ ഒരു സ്മോൾ ഇൻസെന്റീവ് കൂടി ഉണ്ട് കേട്ടോ എന്ന് നമ്മൾ പറയുമ്പോൾ നമുക്ക് ആ ഒരു ഡീലിനെ കുറച്ചും കൂടി സ്വീറ്റൻ ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അതാണ് അവർ ഉദ്ദേശിക്കുന്നത്. സോ ദാറ്റ്സ് നോട്ട് ഓൾ ടെക്നിക്. ദെൻ അടുത്തത് സ്കാസിറ്റി പ്രിൻസിപ്പിളിനെ ബേസ് ചെയ്തിട്ടുള്ള. അപ്പൊ അതിനകത്ത് ഫസ്റ്റ് വരുന്നത് പ്ലേയിങ് ഹാർഡ് ടു ഗെറ്റ്. അപ്പോൾ അതിൽ പറയുന്നത് ഇപ്പം ദിസ് ടെക്നിക് ഇൻവോൾവ്സ് ദ എഫേർട്സ് ടു ഇൻക്രീസ് ദ കംപ്ലൈൻറ്റ്സ് ബൈ സജസ്റ്റിംഗ് ദാറ്റ് ദ person or object is scarce, rare or hard to obtain. അപ്പൊ ലിമിറ്റഡ് സ്റ്റോക്ക് ആണ് എന്ന് നമ്മുടെ അടുത്ത് പറയുകയാണെങ്കിൽ സോ ദാറ്റ് ഇസ് പ്ലേയിങ് ഹാർഡ് ടു ഗെറ്റ്. അടുത്തത് ഡെഡ്ലൈൻ ടെക്നിക്. ഡെഡ്ലൈൻ ടെക്നിക് എന്ന് പറയുമ്പോൾ എന്താ, ഓഫർ ഫോർ ലിമിറ്റഡ് പീരീഡ്. അപ്പൊ കുറച്ച് നേരത്തേക്കേ ഉള്ളൂ എന്ന് പറയുന്നതാണ്
ഡെഡ് ലൈൻ ടെക്നിക് എന്ന് പറയുന്നത്. സ്റ്റോക്ക് കുറവാണ്, ലിമിറ്റഡ് ആണ് എന്ന് പറയുന്നതാണ് പ്ലേയിങ് ഹാർഡ് ടു ഗെറ്റ് ടാക്ടിക് എന്ന് പറയുന്നത്. അടുത്തത് അതർ ടാക്ടിക്സ്. അതർ ടാക്ടിക്സിൽ ഒന്ന് പറയുന്നത് കംപ്ലൈനിങ് ആണ്. നമ്മൾ സ്കൂളിൽ നിന്ന് കുട്ടികൾ വന്നിട്ടുണ്ടെങ്കിൽ നമുക്കത് അറിയാൻ പറ്റും. കുഞ്ഞുങ്ങളുടെ അടുത്ത് നമ്മൾ നിൽക്കുമ്പോൾ അവരിങ്ങനെ കംപ്ലൈൻ ചെയ്തുകൊണ്ടിരിക്കുക, എന്നെ അവിടെ കൊണ്ടുപോയില്ല, ഇവിടെ കൊണ്ടുപോയില്ല, അല്ലെങ്കിൽ എനിക്ക് ഈ കളിപ്പാട്ടം വാങ്ങിച്ചു തന്നില്ല എന്നെല്ലാം പറഞ്ഞ് നമ്മൾ കംപ്ലൈൻറ്റ്സ് തന്നുകൊണ്ടിരിക്കുക. അപ്പൊ ഈ കംപ്ലൈൻറ്റ്സിൽ നമ്മൾ വീണ് പോകുന്ന ആ ഒരു പ്രക്രിയയാണ് കംപ്ലൈനിങ് എന്ന് നമ്മൾ പറയുന്നത്. സോ ഇൻ ദ കോണ്ടെക്സ്റ്റ് ഓഫ് കംപ്ലൈൻസ് എക്സ്പ്രസിങ് ഡിസ്കണ്ടന്റ്, അപ്പൊ നമ്മളുടെ ഒരു തീരുമാനമില്ല അല്ലെങ്കിൽ യോജിപ്പില്ല, ദെൻ ഡിസാറ്റിസ്ഫാക്ഷൻ, റിസെന്റ്മെന്റ് ഓർ റിഗ്രറ്റ് ആസ് എ മീൻസ് ഓഫ് എക്സർട്ടിങ് സോഷ്യൽ ഇൻഫ്ലുവൻസ് ഓൺ അതേഴ്സ്. ആൻഡ് കംപ്ലൈനിങ് ഇൻവോൾവ്സ് എക്സ്പ്രഷൻ ഓഫ് ഡിസ്കണ്ടന്റ് ഓർ ഡിസാറ്റിസ്ഫാക്ഷൻ വിത്ത് oneself or some aspect of the external world, and often such statements are simple expressions of personal states. Then അടുത്തത് putting others in good mood. അതാണ് കുട്ടികളൊക്കെ നമ്മൾ സാധാരണ ചെയ്യുന്നത്. ഒരു സോപ്പിടൽ എന്ന് നമ്മൾ പറയുന്നതാണ് പുട്ടിങ് അതേഴ്സ് ഇൻ ഗുഡ് മൂഡ്. സോ പീപ്പിൾസ് മൂഡ്സ് ആർ ഓഫൺ എക്സേർട്ട് എ സ്ട്രോങ് എഫക്റ്റ് ഓൺ ദെയർ ബിഹേവിയർ. അപ്പൊ നമ്മൾ നല്ല മൂഡിലാണ് ഇരിക്കുന്നതെങ്കിൽ നമുക്ക് അവിടെ ഒരു യെസ് പറയാനുള്ള ചാൻസ് കൂടുതലായിരിക്കും. അസമയം നമ്മളൊരു മോശം മൂഡിലാണ് നമ്മൾ ഇരിക്കണമെങ്കിൽ ഇല്ല ഒരു സാധനവും വേണ്ട എന്ന് പറഞ്ഞ് നമ്മൾ അപ്പം തന്നെ അവർ ഓടിച്ചിടുന്നത് കാണാൻ പറ്റും. അപ്പൊ നമ്മുടെ മൂഡ് ശരിക്കും ഒരു ഡിപ്പെൻഡന്റ് ഫാക്ടർ ആണെന്ന് നമ്മൾ മനസ്സിലാക്കുക. ഓക്കെ, സോ ഇത്രയാണ് നമ്മുടെ കംപ്ലൈൻസിൽ വന്നത്. സോ കംപ്ലൈൻസ് എന്താണെന്ന് നമ്മൾ പറഞ്ഞു. ദെൻ അതിൻ്റെ പ്രിൻസിപ്പിൾസ് പറഞ്ഞു. ഫ്രണ്ട്ഷിപ്പ്, ലൈക്കിംഗ്, കമ്മിറ്റ്മെന്റ്, കൺസിസ്റ്റൻസി, സ്കാസിറ്റി, റെസിപ്രോസിറ്റി, സോഷ്യൽ വാലിഡേഷൻ, ക്രെഡിബിലിറ്റി ഓർ അതോറിറ്റി. ദെൻ അതിനകത്ത് ടാക്ടിക്സ് ആണ്. ലൈക്കിങ്ങിനെ ബേസ് ചെയ്തിട്ടുള്ള ടാക്ടിക്സ്, ദെൻ കമ്മിറ്റ്മെന്റ് ഓർ കൺസിസ്റ്റൻസിനെ ബേസ് ചെയ്തിട്ടുള്ള ടാക്ടിക്സ്, ദെൻ റെസിപ്രോസിറ്റിനെ ബേസ് ചെയ്തിട്ടുള്ള ടാക്ടിക്സ്, ദെൻ സ്കാർസിറ്റിനെ ബേസ് ചെയ്തിട്ടുള്ള ടാക്ടിക്, ദെൻ അതർ ടാക്ടിക്സ്. ഓക്കെ, ഇനി അടുത്തത് ഒബീഡിയൻസ് ആണ്. ഒബീഡിയൻസ് എന്ന് പറയുമ്പോൾ ഇറ്റ്സ് എ ഫോം ഓഫ് സോഷ്യൽ ഇൻഫ്ലുവൻസ്. അപ്പം ഒബീഡിയൻസും ഒരു സോഷ്യൽ ഇൻഫ്ലുവൻസ് തന്നെയാണ്. അപ്പം ഇവിടെ ഒരു ഡയറക്റ്റ് ഓർഡർ നമുക്ക് കിട്ടുകയാണ് ഫ്രം അനദർ ഇൻഡിവിജ്വൽ. അപ്പം ആ ഒരു ഇൻഡിവിജ്വൽ എന്ന് പറയുന്നത് ഒരു അതോറിറ്റിയാണ്, അല്ലെങ്കിൽ ഒരു അതോറിറ്റി ഫിഗർ ആണ്. അപ്പം ആ ഒരു അതോറിറ്റി ഫിഗർ പറയുന്നത് എന്താണോ, അല്ലെങ്കിൽ അവര് നിഷ്കർഷിച്ചിരിക്കുന്നത് എന്താണോ അത് അനുസരിക്കുക, അല്ല അതിനോട് റെസ്പോണ്ട് ചെയ്ത് അതിന് ഫേവറബിൾ ആയിട്ടുള്ള ഒരു റെസ്പോൺസ് കൊടുത്ത് നമ്മളുടെ ബിഹേവിയറിൽ ചേഞ്ച് വരുത്തുന്ന അത്തരത്തിലുള്ള ഒരു സോഷ്യൽ ഇൻഫ്ലുവൻസിനെയാണ് നമ്മൾ ഒബീഡിയൻസ് എന്ന് പറയുന്നത്. സോ ഒബീഡിയൻസ് ഇസ് എ ഫോം ഓഫ് സോഷ്യൽ ഇൻഫ്ലുവൻസ് വേർ ആൻ ഇൻഡിവിജ്വൽ ആക്ട്സ് ഇൻ റെസ്പോൺസ് ടു എ ഡയറക്റ്റ് ഓർഡർ ഫ്രം അനദർ ഇൻഡിവിജ്വൽ who is actually an authority figure. Okay, then obedience എന്ന് പറയുമ്പോൾ obedience occurs when you are told to do something. അപ്പോൾ ഒബീഡിയൻസിൽ എന്തൊക്കെ ഫാക്ടേഴ്സാണ് വരിക? എന്തെങ്കിലും നമ്മളടുത്ത് ചെയ്യാനായിട്ടോ അല്ലെങ്കിൽ പറയാനായിട്ടോ പറയുന്നുണ്ട്, ഒരു ആക്ടിവിറ്റി നമ്മളടുത്ത് പറയുന്നുണ്ട്. ആരാ പറയുന്നത്? ഒരു അതോറിറ്റിയാണ് നമ്മളടുത്ത് പറയുന്നത്. വേറാസ് കൺഫേമിറ്റി എന്ന് പറയുമ്പം അവിടെ മെജോറിറ്റി എന്താ പറയുന്നത് എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ആ മെജോറിറ്റിയുടെ എന്താ പറയുന്നത് അതനുസരിച്ച് നമ്മൾ ചെയ്യുന്നതാണ് നമ്മൾ കൺഫേമിറ്റി പറഞ്ഞത്. ആസ് എ അതോറിറ്റി എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ ഒബീഡിയൻസ് എന്ന് പറയുമ്പോൾ അവിടെ അതോറിറ്റി എന്താ പറയുന്നത് അതിനോട് ചേർന്ന് നിൽക്കുക എന്നുള്ളതാണ് പറയാം. അതുപോലെ ഒബീഡിയൻസിൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കാൻ പറ്റും, അവിടെ ഒരു ഹയറാർക്കി ഉണ്ടാവും. അതായത് ഹയർ പൊസിഷനിൽ ഇരിക്കുന്നയാൾ ലോവർ പൊസിഷനിൽ ഇരിക്കുന്ന ആളുടെ അടുത്ത് ഓർഡർ കൊടുക്കും അല്ലെങ്കിൽ കമാൻഡ് കൊടുക്കും. അതിനനുസരിച്ച് ഒബീഡിയൻ്റ് ആയിട്ട് നമ്മൾ ബിഹേവ് ചെയ്യണം, ലോവർ ലെവലിൽ നിൽക്കുന്ന വ്യക്തി ബിഹേവ് ചെയ്യണം. പക്ഷെ ഇങ്ങനെയൊക്കെ ആണെങ്കിൽ നമുക്ക് വേറെ കൺഫേമിറ്റിയും കംപ്ലയൻസിനെയും വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഒബീഡിയൻസ് അത്ര ഫ്രീക്വൻ്റ് ആയിട്ട് നമ്മൾ കാണാറില്ല. ഈവൻ ഇപ്പോഴും നമുക്കറിയാം സ്കൂൾസിൽ പണ്ട് ടീച്ചേഴ്സ് കുട്ടികളെ ഒബേ ചെയ്യുന്ന റൂൾസ് ഒബേ ചെയ്യാനായിട്ടാണ് പറയുക. പക്ഷെ ഇപ്പോൾ ടീച്ചേഴ്സ് ആണെങ്കിൽ പോലും വളരെ കാം ആൻഡ് ക്വയറ്റ് ആയിട്ട് അതുപോലെ വളരെ ഫ്രണ്ട്ലി ആയിട്ടുമാണ് കാര്യങ്ങൾ കുട്ടികളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത്. അപ്പം അങ്ങനെ ആ രീതിയിലാണ് ഇപ്പൊ എല്ലാം പോകുന്നത്, എല്ലാം ത്രൂ the velvet glove എന്ന് നമുക്ക് പറയാൻ സാധിക്കും. സോ ഒബീഡിയൻസ് ഇസ് ലെസ് ഫ്രീക്വന്റ് ദാൻ കൺഫർമിറ്റി ഓർ കംപ്ലയൻസ്. ദെൻ പല ഫോംസ് ഓഫ് ഒബീഡിയൻസ് ഉണ്ട്. അപ്പൊ അതിനകത്ത് ഫസ്റ്റ് വരുന്ന ഒബീഡിയൻസ് ടു ലോയിനോട് നമ്മൾ ഒബീഡിയന്റ് ആയിരിക്കും. ദെൻ സോഷ്യൽ നോംസ്, ദെൻ മൊണാർക്ക്, ഗവൺമെന്റ്, ഓർഗനൈസേഷൻ, റിലീജിയൻ, ചർച്ച്, ദെൻ ഒബീഡിയൻസ് ടു ഗോഡ്, ഒബീഡിയൻസ് ടു സെൽഫ് ഇമ്പോസ്ഡ് കൺസ്ട്രെയിൻസ് സച്ച് ആസ് ഓഫ് ചാസ്റ്റിറ്റി. അതായത് നമ്മൾ പറയില്ല ഇപ്പം ഒരു
ഹസ്ബൻഡിനോട് നമ്മൾ ചേർന്ന് നിൽക്കുക, അല്ലെങ്കിൽ അവരെ നമ്മൾ ചതിക്കാതിരിക്കുക, അല്ലെങ്കിൽ ഇപ്പം വൈഫിനെ നമ്മൾ ചതിക്കാതിരിക്കുക, സ്പൗസിനെ നമ്മൾ, അപ്പം അങ്ങനെ ഒരു വോ നമ്മൾ എടുക്കുന്നത്. അതായത് ഇപ്പം ഒരു എക്സ്ട്രാ മാരിറ്റൽ റിലേഷൻഷിപ്പ് പാടില്ല, അല്ലെങ്കിൽ എക്സ്ട്രാ അഫയേഴ്സ് പാടില്ല, ഇതൊക്കെ നമ്മൾ ചിന്തിച്ച് വെക്കുന്ന ഒരു ഒബീഡിയൻസ്, അതായത് സെൽഫ് ഇമ്പോസ് ആയിട്ടുള്ള ഒരു കൺസ്ട്രെയിൻസിനോട് നമ്മൾ ഒബേ ചെയ്ത് നിൽക്കുന്ന അവസ്ഥ. ദെൻ ഒബീഡിയൻസ് ഓഫ് എ സ്പൗസ് or child to a husband or wife or parent respectively. Then obedience to management in the workplace. These are some of the forms of obedience which we can see in our, or we can experience in our society. Then obedience ആയിട്ട് ബന്ധപ്പെട്ടിട്ട് കുറച്ച് എക്സ്പെരിമെന്റ്സ് പറയുന്നുണ്ട്. അതിനകത്ത് ഫസ്റ്റ് വരുന്നതാണ് മിൽഗ്രമിന്റെ എക്സ്പെരിമെന്റ്. ഇപ്പൊ മിൽഗ്രമിന്റെ എക്സ്പെരിമെന്റിൽ നമ്മൾ കാണുന്നത് എന്താ വെച്ചാല്, ഒരു അതോറിറ്റി നമ്മുടെ അടുത്തൊരു കാര്യം പറയുമ്പോൾ, അല്ലെങ്കിൽ അതോറിറ്റിയുടെ ഒരു പവർ, അതാണ് നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു എക്സ്പീരിയൻസിലൂടെ നമ്മൾ വിറ്റ്നസ് ചെയ്യുന്നത്, ഈ ഒരു എക്സ്പെരിമെന്റിലൂടെ. അപ്പം ഇതില് Milgram results show that contrary to the expectation, a majority of civilian volunteers would obey orders to apply shocks. അപ്പോൾ ഇതിനകത്ത് പറയുന്നത് 15 മുതൽ 450 വരെ, 15 to 450 വോൾട്സിൽ ഷോക്ക് തയ്യാറാക്കി വെച്ചിരിക്കുകയാണ്. അപ്പം അതിനകത്ത് എക്സ്പെരിമെന്റർ, അപ്പൊ അവിടെ ഒരു ടീച്ചറും ഒരു സ്റ്റുഡൻറ്റുമാണ് കാണുന്നത്. അപ്പൊ ഈ ടീച്ചർ എന്ന് പറയുന്ന ആളാണ് റിയൽ പാർട്ടിസിപ്പന്റ്, ആൻഡ് ലേണർ എന്ന് പറയുന്ന വ്യക്തി ഈ എക്സ്പെരിമെന്ററിന്റെ തന്നെ കോൺഫിഡറേറ്റ് ആണ്. അത് എക്സ്പെരിമെന്റിന്റെ തന്നെ അസിസ്റ്റന്റ് ആണ്, റിസർച്ചറിന്റെ അസിസ്റ്റന്റ് ആണ്. അപ്പോൾ ഈ ടീച്ചറിന്റെ അടുത്ത് പറയുന്നത് പണിഷ്മെന്റ് ലേണിങ്ങിനെ എങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്യും എന്നുള്ളതാണ് നമ്മൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്നത് എന്നാണ് പറയുന്നത്. അപ്പോൾ എന്നിട്ട് ടീച്ചറിന്റെ അടുത്ത് പറയും, ഒരു വേർഡ് പറയും, അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പേര് നമ്മുടെ ലേണർ പറയണം. അപ്പൊ ലേണർ എപ്പോ തെറ്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അപ്പൊ നേരത്തെ പഠിക്കാൻ പറഞ്ഞിട്ടുണ്ട്, അപ്പൊ എപ്പോ ലേണർ തെറ്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഷോക്ക് കൊടുക്കണം. ആ ഷോക്കിന്റെ അളവ് കൂട്ടി 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 നമുക്ക് 450 വരെ കൊണ്ടുപോകാന്നാണ് പറയുന്നത്. ഓക്കെ, പക്ഷെ ഈ ഷോക്ക് എന്ന് പറയുന്നത് ഇറ്റ് വാസ് നോട്ട് എ റിയൽ ഷോക്ക്. അപ്പൊ അതൊരു ഫേക്ക് ഷോക്കാണ്. ജസ്റ്റ് നമ്മുടെ ഒരു ചെയർ ഒന്ന് പയ്യൊന്ന് ജെർക്ക് ചെയ്യും, അത് ഒരു റിയൽ ഷോക്കാണെന്ന് അവരെ പെർസീവ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട്, അതായത് ടീച്ചറിനെ പെർസീവ് ചെയ്യിപ്പിക്കാൻ, റോങ് ആയിട്ട് പെർസീവ് ചെയ്യിക്കാൻ വേണ്ടി ചെറിയൊരു ജെർക്കിങ് ഈ ചെയറിലുണ്ടാവും ഷോക്ക് കൊടുക്കുമ്പോൾ, അല്ലാതെ അതൊരു റിയൽ ഷോക്ക് അല്ല. അപ്പം എക്സ്പെരിമെന്റർ ഉണ്ട്, ദെൻ ടീച്ചർ ഉണ്ട് ഒരു ക്യാബിനില്, ദെൻ ലേണർ അടുത്ത ക്യാബിനിലാണ്. പക്ഷെ ലേണറിന്റെ അടുത്തേക്ക് വയർ കണക്ട് ചെയ്തിരിക്കുന്നത് ഈ ഒരു റൂമിൽ നിന്നാണ്. അപ്പൊ ലേണർ അവിടെ എന്താ എക്സ്പീരിയൻസ് ചെയ്യുന്നുള്ളത് നമുക്കറിയില്ല, പക്ഷെ ലേണറിന് കൃത്യമായിട്ട് ഷോക്ക് ലെവൽ കൂട്ടി കൂട്ടി നമ്മൾ കൊടുക്കുന്നുണ്ട്. ഓക്കെ, കൊടുക്കാൻ പറയുന്നുണ്ട്. അപ്പം എല്ലാ സമയവും ഈ ലേണർ തെറ്റുത്തരമാണ് പറയുന്നത്. അങ്ങനെ നമ്മൾ ട്രെയിൻ ചെയ്ത് കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ തെറ്റുത്തരം പറയുമ്പം ആ ഷോക്ക് ഫസ്റ്റ് 15 കൊടുക്കും, പിന്നെ അത് കഴിഞ്ഞ് പിന്നെ 30, അപ്പം അങ്ങനെ കൂട്ടി 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 300 ലെവലിൽ വരെ. അപ്പം അതിനകത്ത് ചില പേഴ്സൺ അൺകോൺഷ്യസ്, അതായത് റിയൽ ആയിട്ട് അത്രയും ലെവലിൽ ഷോക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ വ്യക്തി അൺകോൺഷ്യസ് ആവും, അല്ലെങ്കിൽ ഡെഡ് ആവും. പക്ഷെ എങ്കിൽ പോലും അതിനകത്ത് മെജോറിറ്റി ഓഫ് വോളണ്ടിയേഴ്സ്, അത് സിവിലിയൻ വോളണ്ടിയേഴ്സിന്റെ അടുത്താണ് പറയുന്നത് ഈ ഓർഡർ ഒബേ ചെയ്യാനായിട്ട്. പക്ഷെ ആ വ്യക്തി ഈ ഷോക്ക് കൊടുത്താൽ ആള് മരിച്ചു പോകും എന്ന് പോലും ചിന്തിക്കാതെ കംപ്ലീറ്റ് ആയിട്ട് എന്താണോ കിട്ടുന്ന കമാൻഡ് അതനുസരിച്ച് തന്നെ മുമ്പോട്ട് പോവാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം അത്രയും ലെവലിൽ ഒബീഡിയൻസ് സൊസൈറ്റിയിൽ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെന്നുള്ള ഒരു പ്രൂഫാണ് ഈ ഒരു എക്സ്പെരിമെന്റിൽ പറയുന്നത്. So the experiment proves that the obedience is something human teach one another and follow through it. And Milgram thinks that the problem lies in the structure of the society. People are just following the orders. People, superiors എന്താ പറയുന്ന ആ superiors പറയുന്ന ആ ഓർഡർ അങ്ങനെ തന്നെ ഫോളോ ചെയ്യാണ്. അപ്പം അവർ ചിന്തിക്കുന്നത് എന്താ, ഞാൻ ഇതിനോട് ഡയറക്റ്റ് റെസ്പോൺസിബിൾ അല്ല എന്നുള്ള ഒരു ആശ്വാസത്തിലാണ് ഇവർ ഈ ഒരു ഒബീഡിയൻസ് എക്സ്പ്രസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ അടുത്തത് സ്റ്റാൻഫോർഡ് പ്രിസൺ എക്സ്പെരിമെന്റ് പറയുന്നുണ്ട്. സ്റ്റാൻഫോർഡ് പ്രിസൺ എക്സ്പെരിമെന്റിൽ രണ്ടുപേരുടെ ഗ്രൂപ്പാണ്. അതിനകത്ത് ഒരാളുടെ അടുത്ത് പറയും പ്രിസണർ ആവാൻ, മറ്റേയാളുടെ അടുത്ത് പറയും ഗാർഡ് ആവാൻ. അപ്പൊ വൺസ് പ്രിസണർ ആയി കഴിയുമ്പോൾ ഈ ഗാർഡിന്റെ ഒരു പൊസിഷനിലേക്ക് എത്തിക്കഴിയുമ്പോൾ എക്സാക്ട്ലി എങ്ങനെയാണോ ഒറിജിനലി ഗാർഡ്സ് എങ്ങനെയാണോ ബിഹേവ് ചെയ്യുക, അതേ ലെവലിൽ അതേപോലെ തന്നെ ഇവർ ബിഹേവ് ചെയ്യാൻ തുടങ്ങി. ദെൻ വൺസ് ഞാനൊരു പ്രിസണറിന്റെ പൊസിഷനിലേക്ക് ആണ് ഇരിക്കുന്നത് എന്ന് പറഞ്ഞപ്പോൾ നമുക്ക് അത് കറക്റ്റായിട്ട് അതേപോലെ തന്നെ പ്രിസണറിന്റെ ലെവലിലേക്ക് ഒരു ഒബീഡിയന്റ് ആയിട്ട് ബിഹേവ് ചെയ്യുന്ന, അല്ലെങ്കിൽ ആ പ്രിസണർ എങ്ങനെയാണോ അതുപോലെ തന്നെ ബിഹേവ് ചെയ്യുന്ന ഒരു ലെവലിലേക്ക് ആളുകൾ മാറുകയും ചെയ്യാണ്. ഈവൻ ദോ അവർക്ക് അറിയാം ഇവർ രണ്ടുപേരും റിയൽ
പേഴ്സൺസ് അല്ല എന്നുള്ളത്. അപ്പൊ പ്രിസണേഴ്സ് ഒരു സബ്മിസീവ് റോള് കറക്റ്റ് ആയിട്ട് അതേപോലെ തന്നെ എടുക്കുന്ന സിറ്റുവേഷൻ ആണ്. ഓക്കെ, സോ ദാറ്റ് ഈസ് സ്റ്റാൻഫോർഡ് പ്രിസൺ എക്സ്പെരിമെന്റ്. അടുത്തത് ഹോഫ്ലിംഗ് ഹോസ്പിറ്റൽ എക്സ്പെരിമെന്റ്. അപ്പൊ ഇതിൽ പറയുന്നത് നഴ്സസിന്റെ അടുത്ത് ഡോക്ടേഴ്സ് ഓർഡർ കൊടുക്കുകയാണ് ഒരു ഡ്രഗ് കൊടുക്കാനായിട്ട്. അപ്പൊ അതൊരു ഡേഞ്ചറസ് ലെവലിൽ വരെ ആ ഡോസേജ് കൊടുക്കാൻ വേണ്ടിയിട്ട് നഴ്സസ് വില്ലിങ് ആവുന്നതും. അപ്പം അതിനകത്ത് 22 നഴ്സസിനകത്ത് 21 പേരും ഈ പേഷ്യൻസിന് ഓവർ ഡോസ് മെഡിസിൻ കൊടുക്കുന്നുണ്ട്. പക്ഷെ അതൊരു ഫിക്ഷണൽ ഡ്രഗ് ആയതുകൊണ്ട് മാത്രമാണ് പേഴ്സൺസ് സേവ് ചെയ്തെന്ന്. പക്ഷെ അപ്പം ആളുകളുടെ ലെവലിൽ ആളുകൾക്ക് അത്രയും ലെവലിൽ ഒരു ഡിസ്ട്രക്റ്റീവ് ഒബീഡിയൻസ് അവരുടെ ഉള്ളിൽ ഉണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ദെൻ റീസൺ ഫോർ ഡിസ്ട്രക്റ്റീവ് ഒബീഡിയൻസ്. എന്തുകൊണ്ടാണ് ഡിസ്ട്രക്റ്റീവ് ഒബീഡിയൻസ്? നമുക്ക് ഒബീഡിയൻസ് 2 രീതിയിൽ വരാം, കൺസ്ട്രക്റ്റീവ് ആൻഡ് ഡിസ്ട്രക്റ്റീവ്. ഇപ്പൊ ഡിസ്ട്രക്റ്റീവ് ഒബീഡിയൻസ് എന്ന് പറയുന്നത് അതൊരിക്കലും നല്ലതിന് വേണ്ടിയിട്ടല്ല. കൺസ്ട്രക്റ്റീവ് ഒബീഡിയൻസ് പറയുമ്പോൾ നമുക്കിപ്പോൾ ഒരു റൂൾ ഒബേ ചെയ്ത് നമുക്കൊരു ബെനിഫിറ്റിന് വേണ്ടി, ഇപ്പോൾ ടീച്ചേഴ്സിന്റെ റൂൾസ് അല്ലെങ്കിൽ അവർ പറയുന്ന കാര്യങ്ങൾ നമ്മൾ ഒബേ ചെയ്യുന്നത് നമ്മളുടെ ഒരു ബെനിഫിറ്റ് വേണ്ടിയിട്ടാണ്, നമ്മളിലേക്ക് ഒരു എഡ്യൂക്കേഷൻ ഇമ്പാർട്ട് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ടാണെന്നുള്ളത്. അതാണ് കൺസ്ട്രക്റ്റീവ് ഒബീഡിയൻസ് എന്ന് പറയുന്നത്. ഡിസ്ട്രക്റ്റീവ് ഒബീഡിയൻസ് എന്ന് പറയുമ്പം അവിടെ കമാൻഡ് അങ്ങനെ തന്നെ ഫോളോ ചെയ്യുകയാണ് വിത്തൗട്ട് എനി ഗിൽറ്റ് ഫീലിംഗ്. അതാണ് ഡിസ്ട്രക്റ്റീവ് ഒബീഡിയൻസ് എന്ന് പറയുന്നത്. സോ പീപ്പിൾ ഒബേയിങ് ദ ഓർഡേഴ്സ് ആർ റിലീവ്ഡ് ഓഫ് ദ ഗിൽറ്റ് ഫീലിംഗ് ദാറ്റ് by the fact that they are just following the command എന്താണോ അത് ഫോളോ ചെയ്യാണെന്നാണ് പറയുന്നത്. ആൻഡ് പീപ്പിൾ ഗിവിങ് കമാൻഡ്സ് യൂഷ്വലി വെയർ, അപ്പൊ അവര് അതുപോലെ കമാൻഡ്സ് തരുന്നവർ ഒരു യൂണിഫോം അല്ലെങ്കിൽ അവർക്ക് അങ്ങനെ ഒരു ഇത് കൊടുത്തിട്ടുണ്ട്. അപ്പൊ യൂണിഫോം വരുമ്പോൾ അവിടെ ഒരു അതോറിറ്റിയുടെ സിമ്പിളാണ്. അപ്പൊ അങ്ങനെ തന്നെ ആ ഒരു അവർ പറയുന്ന കമാൻഡ്സിനോട് ഒബേ ചെയ്യാനായിട്ടും അതുപോലെ ഡിസൊബേ ചെയ്യുന്നത് തെറ്റാണെന്നും ഉള്ള ഒരു രീതിയിലാണ് അവർ ചിന്തിക്കുക. ദെൻ അതുപോലെ ഈ ഓർഡർ എപ്പോഴും നമ്മൾ ശ്രദ്ധിച്ചാൽ അറിയാം, അതിന്റെ റിലേറ്റീവ് സ്ട്രെങ്ത് കൂട്ടിയാണ് കൊണ്ടുവരിക. അപ്പം ആദ്യം ഒരു ചെറിയൊരു ഓർഡർ ആയിരിക്കും തരിക, പക്ഷെ അത് ഓക്കെ ആയി കഴിയുമ്പോൾ പിന്നെ അടുത്ത ഒരു ബ്രൂട്ടൽ ബീറ്റിംഗിലേക്ക് വരെ കൊണ്ടുപോകുന്ന ലെവല് ഓർഡേഴ്സ് ആണ് പോകുന്നത്. ഓക്കെ, അപ്പൊ ആ രീതിയിലാണ് ഡിസ്ട്രക്റ്റീവ് ഒബീഡിയൻസ്. അപ്പൊ വൺസ് ഞാനത് ഓക്കെ ആയ ഞാനത് സെറ്റ് ചെയ്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഒരു കൺസിസ്റ്റൻസിയുടെ ഒരു പ്രിൻസിപ്പിൾ കൂടി ഇതിനകത്ത് വരുന്നുണ്ട്. അപ്പൊ അടുത്ത ലെവലിൽ ഞാൻ ഒബേ ചെയ്തില്ലെങ്കിൽ തെറ്റാണെന്നുള്ള രീതിയിലാണ് പോകുന്നത്. ദെൻ എങ്ങനെയാണ് നമുക്ക് ഈ ഡിസ്ട്രക്റ്റീവ് ഒബീഡിയൻസ് റെസിസ്റ്റ് ചെയ്യാനായിട്ട് പറ്റുക? അപ്പം അതിൽ എപ്പോഴും ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ ആളുകൾക്ക് ഒരു റിമൈൻഡ് ചെയ്യിക്കുക, ലൈക്ക് നിങ്ങളാണ് ഈ റെസ്പോൺസിബിൾ, ഈ ഒരു ഹാമിന്റെ റെസ്പോൺസിബിലിറ്റി നിങ്ങളായിരിക്കും, ഈവൻ ദോ നിങ്ങൾ കമാൻഡ് ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ പോലും എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊന്ന് ചിന്തിക്കും. അതുപോലെ ഡിസ്ട്രക്റ്റീവ് കമാൻഡ് എന്താണ്, അൺഎത്തിക്കൽ ആണെന്നുള്ള ഒരു ബോധം അവരിലേക്ക് എപ്പോഴും റിമൈൻഡ് ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കുക. ദെൻ ഡിസൊബേയിങ് കമാൻഡ്സിൽ എന്താണ് സംഭവിക്കുക എന്നുള്ള കാര്യങ്ങളും അവർ മനസ്സിലാക്കിയിരിക്കുക. ദെൻ എപ്പോഴും അവർ പറയുന്ന അതോറിറ്റി പറയുന്നത് എന്താണോ അല്ലെങ്കിൽ അവരുടെ ആ ഒരു എക്സ്പെർട്ടൈസിനെ ക്വസ്റ്റ്യൻ ചെയ്യാനുള്ള ഒരു കമാൻഡ് അല്ലെങ്കിൽ ഒരു പവർ നമ്മളുടെ കയ്യിൽ എപ്പോഴും ഉണ്ടാവുക. ആൻഡ് നോയിങ് അബൌട്ട് ദ ട്രൂ പവർ ഓഫ് കമാൻഡിങ് അതോറിറ്റി. അപ്പൊ ആ ഒരു ട്രൂ പവർ എന്താണ്, കമാൻഡിങ് അതോറിറ്റിയുടെ ഒരു ട്രൂ പവർ എന്താണ്, അവർ പറയുന്നതിനകത്ത് കാര്യമുണ്ടോ എന്നുള്ള കാര്യങ്ങൾ നമ്മൾ വ്യക്തമായിട്ടും അറിഞ്ഞിരിക്കണം. സോ ഇത്രയാണ് നമ്മളുടെ ആ ഒരു റെസിസ്റ്റിംഗ് കൺഫോമിറ്റിയിൽ പറയുന്നത്. റെസിസ്റ്റിംഗ് ഡിസ്ട്രക്റ്റീവ് ഒബീഡിയൻസിൽ പറയുന്നത്. ഓക്കെ, സോ ഇത്രയാണ് നമ്മുടെ ഈ ഒരു സെഷനിൽ വരുന്നത്. അപ്പം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ സോഷ്യൽ ഇൻഫ്ലുവൻസ് എന്താണെന്ന് മനസ്സിലാക്കി. ദെൻ സോഷ്യൽ ഇൻഫ്ലുവൻസ്, ദെൻ അതിനുശേഷം ഏരിയാസ് ഓഫ് സോഷ്യൽ ഇൻഫ്ലുവൻസിൽ ആദ്യം കൺഫർമിറ്റി, ദെൻ അതിൻ്റെ എക്സ്പെരിമെന്റ്, ആക്ഷൻ എക്സ്പെരിമെന്റ്, ദെൻ കൺഫർമിറ്റിയുടെ ഒരു ഇമ്പാക്റ്റ്, അതിൻ്റെ അഡ്വാൻറ്റേജസ് ഡിസഡ്വാൻറ്റേജസ്, എങ്ങനെയാണ് കൺഫർമിറ്റി കൂടുന്നത് എന്നുള്ളത്, ദെൻ റീസൺ ഫോർ കൺഫർമിറ്റി, normative influence and information social influence, then advantages of conformity, disadvantages, how we resist conformity, അടുത്തത് മൈനോറിറ്റി ഇൻഫ്ലുവൻസ് ആൻഡ് കൺഫർമിറ്റി. ദെൻ അടുത്തത് കംപ്ലൈൻസ് ആണ് പറഞ്ഞത്. കംപ്ലൈൻസിൽ വരുന്നത് പ്രിൻസിപ്പിൾസ്, 6 പ്രിൻസിപ്പിൾസ്: ഫ്രണ്ട്ഷിപ്പ് ഓർ ലൈക്കിംഗ്, ദെൻ കമ്മിറ്റ്മെന്റ് ഓർ കൺസിസ്റ്റൻസി, സ്കാർസിറ്റി, റെസിപ്രോസിറ്റി, സോഷ്യൽ വാലിഡേഷൻ, ക്രെഡിബിലിറ്റി ഓർ അതോറിറ്റി. ദെൻ അതിനെ ബേസ് ചെയ്തിട്ടുള്ള ടാക്ടിക്സ് ഉണ്ട്. ഫ്രണ്ട്ഷിപ്പ് ആൻഡ് ലൈക്കിങ്ങിനെ ബേസ് ചെയ്ത് ഇൻഗ്രാജുവേഷൻ, ദെൻ കമ്മിറ്റ്മെന്റ് ഓർ കൺസിസ്റ്റൻസിനെ ബേസ് ചെയ്ത് ഫുട്ട് ഇൻ ദ ഡോർ, ലോ ബോൾ, എക്സെട്ര. ദെൻ റെസിപ്രോസിറ്റി, then scarcity, then other tactics, complaining and putting others in good mood. Then അടുത്തത് ഒബീഡിയൻസ് ആയിരുന്നു. ഒബീഡിയൻസ് എന്താണെന്നും ഫോംസ് ഓഫ് ഹ്യൂമൻ ഒബീഡിയൻസ്, ദെൻ മിൽഗ്രാമിന്റെ എക്സ്പെരിമെന്റ് പറഞ്ഞു, ദെൻ സ്റ്റാൻഫോർഡ് പ്രിസൺ എക്സ്പെരിമെന്റ്, then Hoffling hospital experiment, then reason for destructive obedience, then how we can resist destructive obedience. ഇത്രയും കാര്യങ്ങളാണ് പറഞ്ഞത്. ഇന്നത്തെ ക്ലാസ് അവസാനിച്ചു. നന്ദി, നമസ്കാരം.